We thank God for God's word. He is ministering to us in these days. ഈ ദിവസങ്ങൾ ദൈവം നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ വചനത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. I would desire us to turn to the book of 2 Corinthians and chapter 11. 2 കൊരിന്ത്യർ അതിന്റെ 11-ാം അധ്യായത്തിലേക്ക് നമുക്ക് തിരിക്കാം. These are verses very well known to us. Just want to read and then move on. ഇത് നമുക്ക് സുപരിചിതമായ വേദഭാഗമാണ്. അത് വായിച്ചിട്ട് കടന്നു പോകാൻ താല്പര്യപ്പെടുന്നു. For I am jealous over you with godly jealousy, for I have espoused you to one husband, that I may present you as a chaste virgin to Christ. 2-ാം വാക്യത്തിൽ, ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോട് എരിയുന്നു, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. But I fear lest by any means, as the serpent beguiled Eve through his subtlety, so your minds should be corrupted from the simplicity that is in Christ. 3-ാം വാക്യം, എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചയിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. Yes. Now Paul's great fear concerning these believers in Corinth was this. കൊരിന്ത്യ സഭയിലുള്ള വിശ്വാസികൾക്കായിട്ട് അപ്പോസ്തലനായ പൗലോസിനുണ്ടായിരുന്ന ഭാരം ഇതായിരുന്നു. Yes, and that was about that they may be corrupted, from the simplicity. അവരുടെ ഏകാഗ്രതയും നിർമ്മലയും വിട്ട് വഷളായി പോകുമോ എന്ന് താൻ ഭയപ്പെട്ടു. Wholehearted devotion. മുഴു ഹൃദയത്തോടുള്ള ക്രിസ്തുവിനുള്ള സമർപ്പണത്തിൽ നിന്ന് അവർ വഷളായി പോകുമോ, അല്ലെന്നുവരിൽ ഏക മനസ്സുള്ള ആ ഏകാഗ്രതയിൽ നിന്ന് വഷളായി പോകുമോ എന്ന് ഭയപ്പെട്ടു. And the fear that Paul had about these believers. ഈ വിശ്വാസികൾക്കായിട്ട് പൗലോസ് ഉണ്ടായിരുന്ന ഭാരവും ഭയവും അതായിരുന്നു. And therefore, saints of God, this morning, ആകയാൽ വിശുദ്ധന്മാരെ ഈ രാവിലെ I സമയം wish to say to all of us നിങ്ങളോട് എല്ലാവരോടും ഞാൻ that it പറയുവാൻ is താല്പര്യപ്പെടുന്നത്, essential to be single-minded or single-hearted. നാം ഏക മനസ്സും ഏകാഗ്രതയും ഉള്ളവരായിരിക്കണമെന്നത് അത്യന്താപേക്ഷിതമാണ്. Understand the ways of God. ദൈവത്തിന്റെ വഴികളെ നാം അറിയണമെങ്കിൽ അത് അനിവാര്യമാണ്. Now we may presume that we are single-hearted because we are God's people. നാം ഒരു മനസ്സുള്ളവരാണെന്നും ഏകാഗ്രത ഉള്ളവരാണെന്നും നാം കരുതിയേക്കാം. I am a child of God. ഞാനൊരു ദൈവ I am പൈതലാണ്. baptized. ഞാൻ I am സ്നാനം baptized കഴിച്ച in the ആളാണ്. Holy Spirit. പരിശുദ്ധാത്മാവിശ്യം I love the പ്രാപിച്ച Lord. ആളാണ്. ഞാൻ I ദൈവത്തെ come to the സ്നേഹിക്കുന്നു. gatherings. ഞാൻ And കൂടിവരവുകൾക്കെല്ലാം വരുന്നുണ്ട്. therefore, we can think that we are wholehearted or single-minded. അതുകൊണ്ട് ഏകാഗ്രതയും അതുപോലെ മുഴുഹൃദയത്തോടെ ദൈവത്തിന് സമർപ്പിച്ചതുമാണെന്ന് നമുക്ക് കരുതുവാൻ കഴിയും. And this can be a false position in our lives. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ അത് തെറ്റായ നിലയാകാം. Remember that only when we are single-hearted, single-minded, we can understand the ways of God, the principles of God. ഏക മനസ്സിന് ഏകാഗ്രതയും ഉള്ളപ്പോൾ മാത്രമേ നമുക്ക് ദൈവത്തിന്റെ കാര്യങ്ങളെ, ദൈവവചനത്തെ മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. When we read Matthew chapter 13, മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം നാം we കാണുമ്പോൾ read about the seed that fell on 3 different grounds. വ്യത്യസ്ത നിലങ്ങളിൽ വീണ ആ വിത്തിനെ And we കുറിച്ച് നാം have heard വായിക്കുന്നുണ്ട്. many messages from there. അതേക്കുറിച്ച് പല സന്ദേശങ്ങൾ നാം കേട്ടിട്ടുണ്ട്. Whether thorns are ugly or whether they are seemingly beautiful. മുള്ളുകൾ Yeah. അത് ഭംഗിയറ്റതാണാലും ഭംഗിയുള്ളതാണാലും, Whether they be ugly, bad, അത് ഭംഗിയില്ലാതാണെങ്കിലും ഭംഗിയുള്ളതാണെങ്കിലും, or whether they are, in some measure seem to be beautiful. അത് സുന്ദരമായി The most കാണപ്പെട്ടാലും important thing is, പ്രാധാന്യം അർഹിക്കുന്ന കാര്യം, whether it's going against God's principle.
അത് ദൈവിക പ്രമാണങ്ങൾക്ക് വിരോധമായി പോകുന്നു എന്നതാണ് കാര്യം. Yes. You know, these thorns are they standing up against what God is revealing to us. ദൈവം നമുക്ക് വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾക്ക് വിരോധമായിട്ട് ഈ മുള്ളുകൾ നിൽക്കുന്നുണ്ടോ എന്നതാണ് കാര്യം. Yes. You know, anything that these thorns can be sometimes may appear to be not harmful, ചിലപ്പോൾ ഈ മുള്ളുകൾ അത് ഹാനികരമല്ലെന്ന് or കണ്ടേക്കാം, it may appear to be harmful. ഇല്ലെങ്കിൽ അത് ഹാനിയുള്ളതായി But കാണാം. the most important thing is എന്നാൽ പ്രാധാന്യം it അറിയിക്കുന്ന കാര്യം, standing against, is it a rival to the word that God is speaking? ദൈവം നമ്മോട് സംസാരിക്കുന്ന വചനത്തെ എതിർത്ത് നിൽക്കുന്നതാണോ അതിനതൊരു ശത്രുവാണോ Or എന്നതാണ് is it കാരണം. standing against it? You know, if it whether good or bad, അത് നല്ലതായാലും you മോശമായാലും know, we need to make sure if it's standing against what God is speaking, we should not tolerate that. അത് ദൈവം നമ്മോട് സംസാരിക്കുന്ന വചനത്തിന് എതിരാണെങ്കിൽ നാം അതിനെ ഒരിക്കലും പൊറുക്കുവാൻ പാടില്ല. You know, many a time പലപ്പോഴും God's people hear the word but not able to understand the word. ദൈവജനങ്ങൾ ദൈവശബ്ദം കേൾക്കുന്നുണ്ട്, എന്നാൽ അത് മനസ്സിലാക്കുന്നതിൽ അവർ പരാജയപ്പെടുന്നു. Now there are many people in that category. ആ കൂട്ടത്തിൽ ഇന്ന് പലരുണ്ട്. You know, they hear the word, അവർ ദൈവവചനം കേൾക്കുന്നു, they accept the word, അവർ ദൈവവചനത്തെ but അംഗീകരിക്കുന്നു, they're not able to understand the word. എന്നാൽ വചനത്തെ അവർക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നില്ല. Now the reason why many are not able to understand, അവർ ദൈവവചനത്തെ ഗ്രഹിക്കാത്തതിന്റെ കാരണം, well, as we heard last week, കഴിഞ്ഞ ആഴ്ച the കേട്ടതുപോലെ Holy Spirit gives us the understanding. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് നമുക്ക് But at the ഗ്രാഹ്യം same നൽകേണ്ടത്. time, അതേസമയം the Holy Spirit is there, പരിശുദ്ധാത്മാവ് but we അതിനായി are still നമുക്കുണ്ട്. not able to understand, എന്നാലും നമുക്ക് ഗ്രഹിക്കാൻ is കഴിയാത്തതിന്റെ because we are കാരണം not ruthless നാം to പലപ്പോഴും set aside everything that is lesser or things which are not according to God's word. ദൈവവചനപ്രകാരമല്ലാത്ത അതിൽ നിന്നും കുറവുള്ളതായ കാര്യങ്ങൾ നമ്മുടെ വാഴ്കയിൽ നിന്ന് അകറ്റുന്നതിൽ നാം ദൃഢനിശ്ചയമുള്ളവരല്ല. അതാണ് അതിന്റെ You കാരണം. know, because we are not ruthless with things which are against the word of God, we are not able to understand the word. ദൈവവചനത്തിനെതിരായ കാര്യങ്ങൾ നമ്മുടെ വാഴികളിൽ നിന്ന് നീക്കി കളയുന്നതിന് ദൃഢനിശ്ചയമുള്ളവരെ നാം കാണാത്തത് കൊണ്ടാണ് നമുക്ക് ദൈവവചനത്തെ ഗ്രഹിക്കുവാൻ കഴിയാത്തത്. You know, only when we become ruthless നാം to ദൃഢനിശ്ചയമുള്ളവരാകുമ്പോൾ deal with മാത്രമേ those lesser things, ആ കുറവായ കാര്യങ്ങളോട് the things which ഇടപെടുന്നതിന്, are of the natural and of the self man, ആ പ്രാകൃത മനുഷ്യന്റെയും സ്വയത്തിൻ്റെതുമായ കാര്യങ്ങളോട് നാം കർക്കശമായിരിക്കുന്നില്ലെങ്കിൽ, and make room. ദൈവവചനത്തിനായി നാം ഇടമൊരുക്കുന്നില്ലെങ്കിൽ, You know, we have to make room for God's word to come in and give us the understanding. ദൈവവചനം കടന്നു വരുവാൻ നാം ഇടമുണ്ടാക്കി ദൈവം ആ കാര്യങ്ങളെ നമുക്ക് ഗ്രഹിപ്പിച്ചു You know, തരുവാൻ നാം many ഇടം a നൽകണം. time there are lesser things in our lives which are dominating our lives, കുറവായ കാര്യങ്ങൾ പലപ്പോഴും നമ്മെ ഭരിക്കാറുണ്ട്. and we are not ruthless with those things in our lives. ആ കാര്യങ്ങളോട് നാം We കർക്കശമുള്ളവരല്ല. allow that to be there and also the word to come in. ആ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നതിനാൽ വചനം കടന്നു വരുവാൻ നാം the അനുവദിക്കുന്നില്ല. seed cannot grow. അവിടെ വന്നിട്ട് ആ വിത്ത് മുളയ്ക്കുകയും വളരുകയും സാധ്യമല്ല. You know, and this is what Paul was concerned about as he ഇതിനെക്കുറിച്ചാണ് said to the പൗലോസിന് ഭാരം church ഉണ്ടായിരുന്നത്. in Corinth. കൊരിന്ത്യ സഭയോട് You സംസാരിക്കുമ്പോൾ know, that wholehearted devotion, that singleness of mind and heart. ആ ഏക മനസ്സും ഏകാഗ്രതയും അവർക്കില്ലായിരുന്നു You know, എന്നതിനെയാണ് and താൻ then പറയുന്നത്. Paul says that somebody comes and tells about this Christ, you are open. You hear about that spirit, you are open. You hear another gospel, you are open. You know, we see that they are not able to stand against everything else lesser than the real truth.
വേറൊരാത്മാവിനെ കുറിച്ചോ വേറൊരു ക്രിസ്തുവിനെ കുറിച്ചോ വേറൊരു സുവിശേഷത്തെ കുറിച്ചോ അവർ കേൾക്കുമ്പോൾ നിഷ്കരണം അതിനോട് എതിർക്കുവാൻ അവർക്ക് താല്പര്യമില്ല. അതായിരുന്നു അതിന്റെ കാരണം. I see several amongst us നമ്മുടെ മധ്യത്തിലും പലരെയും ഞാൻ hear the കാണുന്നുണ്ട്. word ദൈവവചനത്തെ അവർ but no കേൾക്കാറുണ്ട്, understanding. എന്നാൽ ദൈവവചനത്തിന്റെ ഗ്രാഹ്യം അവർക്കില്ല. We understand naturally നാം ദൈവവചനത്തെ സ്വാഭാവികമായി മനസ്സിലാക്കുന്നുണ്ട്, കാരണം നമുക്ക് but ഇംഗ്ലീഷ് there is നന്നായിട്ട് no അറിയാം. spiritual understanding, എന്നാൽ ആത്മീയമായിട്ടുള്ള mainly ഗ്രാഹ്യമില്ല. because we are not ruthless to deal with those things which are lesser. കുറവായ കാര്യങ്ങളോട് നാം നിർദ്ദയം പെരുമാറുവാൻ താല്പര്യപ്പെടാത്തതാണ് അതിന്റെ കാരണം. And there is no room for God's word to come in and for the Holy ആകയാൽ Spirit to bring understanding. ദൈവവചനത്തിന് കടന്നു വരുവാനും പരിശുദ്ധാത്മാവിന് നമ്മൾക്ക് ഗ്രാഹ്യം നൽകുവാനുമുള്ള ഇടമില്ല. So I want to encourage us therefore. ആകയാൽ ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, There are many things which are occupying our spiritual life. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഇടം കണ്ടെത്തുന്ന പല കാര്യങ്ങളുണ്ട്. Yes. And these things are hindering a true understanding by the Holy Spirit in our lives. നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനാൽ വരുന്ന ഒരു ഗ്രാഹ്യത്തെ And തടസ്സപ്പെടുത്തുന്നതാണ് ഈ കാര്യങ്ങൾ. therefore the greatest need is singleness of heart. അതുകൊണ്ട് നമുക്ക് ഏക മനസ്സുണ്ടായിരിക്കണം. I would make enough room for the word. Yes. ദൈവവചനത്തിന്റെ ജീവിതത്തിൽ ഇടം നൽകുന്നതിനായിട്ട് I would be single towards the word that God is speaking to me. ദൈവം എന്നോട് സംസാരിക്കുന്ന വചനത്തിൽ ഞാൻ ഏകാഗ്രതയുള്ളവനായിരിക്കണം. Yeah. So we need to, if you want to be truly taught by the Spirit in our lives, നമ്മുടെ ജീവിതങ്ങൾ പരിശുദ്ധാത്മാവിനാൽ പഠിപ്പിക്കപ്പെടണമെങ്കിൽ we need to be men and women who have time for God. ദൈവത്തിനായി നാം സമയമുള്ളവരായിരിക്കണം. Delight, we would be delighted in our hearts to give priority to the Lord and His Word. ദൈവത്തിനും ദൈവവചനത്തിനും നമ്മുടെ ജീവിതത്തിൽ കൊടുക്കേണ്ടതായ മുൻതൂക്കം നാം കൊടുക്കണം. Waiting, reflecting on the Word of God. ദൈവവചനത്തിനായി കാത്തിരിക്കണം. ദൈവവചനത്തിൽ നാം ധ്യാനിക്കണം. To the hearing of the Word. ദൈവവചനത്തെ കേൾക്കുന്നതിനായി And നാം also ആഗ്രഹിക്കണം. the obeying of the voice of God. അതുപോലെ ദൈവശബ്ദത്തിന് നാം അനുസരിക്കണം. And if it's not this, we അല്ലെങ്കിൽ just hear on a Sunday and we go back and that's it. ഞായറാഴ്ച നാം ദൈവവചനം There കേൾക്കും, can be മടങ്ങിപ്പോകും. no understanding. എന്നാൽ അത് നമുക്ക് The ഗ്രഹിക്കുവാൻ understanding കഴിയില്ല. can only come ആ ഗ്രാഹ്യം when we വരണമെങ്കിൽ also exercise നമ്മുടെ ourselves in giving ourselves to the Lord. നമ്മുടെ ആത്മീയ ഇന്ദ്രിയങ്ങളെ നാം അഭ്യാസം ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ദൈവീക കാര്യങ്ങളെ ഗ്രഹിക്കുവാൻ Yes, കഴിയൂ. then the Holy Spirit is able to teach us. അപ്പോൾ മാത്രമേ പരിശുദ്ധാത്മാവിനെ Is നമ്മെ able to പഠിപ്പിക്കുവാൻ open കഴിയുള്ളൂ. up that scripture to us. ആ തിരുവെഴുത്തിനെ നമുക്ക് തുറന്നു വരുവാൻ അപ്പോൾ മാത്രമേ That we പരിശുദ്ധാത്മാവിന് make കഴിയുള്ളൂ. the Lord the priority. നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് മുൻതൂക്കം കൊടുക്കുമ്പോൾ, Waiting and reflecting on the Word of God. കർത്താവ് നമ്മോട് സംസാരിച്ച കാര്യങ്ങൾക്കായി കാത്തിരുന്ന് ധ്യാനിക്കുമ്പോൾ, To hear and obey the voice of God in our life. കർത്താവിന്റെ ശബ്ദത്തെ കേൾക്കുന്നതിനും അത് അനുസരിക്കുന്നതിനുമായി നമ്മെ Saints, ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ മാത്രമേ അത് it all സാധ്യമാകുള്ളൂ. can be mere religion to all of us. അല്ലെങ്കിൽ അത് വെറും മതഭക്തിയായി നമ്മുടെ ജീവിതത്തിൽ the അപേക്ഷിക്കും. backgrounds that we come from, ജീവിതത്തിൽ the Christianity that we see around, കാണപ്പെടും. നമ്മുടെ ചുറ്റിലും കാണുന്ന everything is become ക്രൈസ്തവം just a system, a religion. അതിന്നൊരു വ്യവസ്ഥിതിയായി മാറിയിരിക്കുകയാണ്. അത് വെറും മതപരമായ ഒന്നായി May മാറിയിരിക്കുകയാണ്. God really help us in these days. ആകയാൽ ദൈവ ദിവസങ്ങൾ നമ്മെ We need to സഹായിക്കുമാറാകട്ടെ. pray നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. that God's people may really move from that realm of just religion and the natural way of receiving the word of God. മതപരമായ സ്വാഭാവികമായ ദൈവജനത്തെ സ്വീകരിക്കുന്ന ആ സ്ഥാനത്ത് ദൈവജനങ്ങൾ വെളിയെ വരണമെന്ന് We may really പ്രാർത്ഥിക്കേണ്ടതുണ്ട്. pray, Lord, bring me to spiritual understanding.
എന്നെ ആത്മീയ ഗ്രാഹ്യത്തിലേക്ക് കൊണ്ടുവരണമെന്ന് നമുക്ക് Bring ദൈവത്തോട് me, Lord, to പ്രാർത്ഥിക്കാം. the knowledge of you in my inner man. എന്റെ ആന്തരിക മനുഷ്യനെ അങ്ങ് അറിയുന്ന സ്ഥാനത്തേക്ക് എന്നെ We കൊണ്ടുവരണമെന്ന് need നമുക്ക് to ദൈവത്തോട് remind പ്രാർത്ഥിക്കാം. ourselves. നാം നമ്മെ തന്നെ ഓർപ്പിക്കേണ്ട കാര്യം, The essentials to this kind of, attitude or heart towards the Lord നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ഒരു ഹൃദയം അനിവാര്യമാണ്. And remember one thing, a ഒരു heart കാര്യം that is ഓർക്കണം. single towards the Lord, ദൈവത്തിനോട് ഏകാഗ്രചിത്രമായ that ഹൃദയം, heart will be a heart of humility. ആ ഹൃദയം താഴ്മയുള്ള ഹൃദയമായിരിക്കും. That single-heartedness towards God would have humility within. കർത്താവിനോട് ഏകാഗ്രചിത്തമായ ഹൃദയമുള്ളവൻ താഴ്മയുള്ളവനായിരിക്കും. Now again, that humility is not something outward. ആ താഴ്മ അത് ബാഹ്യമായ It's the ഒന്നായിരിക്കില്ല. condition and the posture of our heart. അത് നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥയും നിലയുമായിരിക്കും. Similarly, a single heart or a devoted heart would be one of brokenness. അതുകൊണ്ട് ഏകാഗ്രത ചിത്തയുള്ള ആ ഹൃദയം അത് വന്നിട്ട് നുറുങ്ങിയൊരു ഹൃദയമായിരിക്കും. Yeah, that single heart is one of brokenness. അത് നുറുങ്ങിയൊരു ഹൃദയമായിരിക്കും. Yes. Now this brokenness again is not emotional brokenness. ഈ It could be, നുറുങ്ങിയ ഹൃദയം എന്ന് but പറയുമ്പോൾ this അത് വന്ന് brokenness വികാരപരമായ ഒരു is കാര്യമല്ല. again a condition within. അത് നമ്മുടെ ആന്തരികമായ ഒരു അവസ്ഥയാണ് കുറിക്കുന്നത്. Yes. Now, it's not merely emotional. അത് വികാരപരമായ ഒന്ന് മാത്രമല്ല. Yes, there could be emotions, വികാരം but കാണപ്പെടാം, everything cannot be called brokenness. എന്നാൽ അതെല്ലാം നുറുങ്ങിയ Brokenness here would ഹൃദയമായിരിക്കണമെന്നില്ല. mean, one who is willing to give in to God. ആ നുറുങ്ങിയ ഹൃദയമുള്ള വ്യക്തി ദൈവത്തിന് തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന വ്യക്തിയായിരിക്കും. Brokenness is flexible and viable to everything that God will minister. ദൈവം സംസാരിക്കുന്ന കാര്യങ്ങൾക്ക് വളഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ് ആ നുറുങ്ങിയ അവസ്ഥ. So let's not misunderstand brokenness with mere emotions. ആകയാൽ നമ്മുടെ It's a condition ആ within us. നുറുങ്ങിയ അവസ്ഥ ഒരിക്കലും The Lord Jesus നമ്മള് was a broken man. At the touch of the Father, that life was broken every time. പിതാവ് തൊട്ടപ്പോഴെല്ലാം നുറുങ്ങുന്ന ഒരു മനുഷ്യനായിരുന്നു കർത്താവായ യേശു ക്രിസ്തു. By the touch of the Father, പിതാവിന്റെ ആ സ്പർശത്താൽ there was a brokenness in the Son. പുത്രനിൽ ഒരു നുറുങ്ങിയ അവസ്ഥ So that ഉണ്ടായിരുന്നു. is brokenness. അതാണ് It's not mere നുറുങ്ങിയ ഹൃദയം. emotions in our lives. അത് നമ്മുടെ It's നമ്മുടെ again a ജീവിതത്തിൽ condition വികാരപരമായ ഒന്നല്ല, within us. അതൊരു So ആന്തരിക a അവസ്ഥയാണ്. devoted heart, ദൈവത്തിന് is one of സമർപ്പിക്കപ്പെട്ട ഒരു humility, ഹൃദയം അത് not താഴ്മയുള്ള one ഹൃദയമാണ്. outward humility, അത് ബാഹ്യമായ a താഴ്മയല്ല, humility before God, ദൈവം മുമ്പാകെയുള്ള ഒരു താഴ്മയാണ്. wherein there is a willingness to submit and give in. അത് കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന, കർത്താവിനെ It's a കീഴടങ്ങുന്ന condition, it's a posture ഒരു ഹൃദയമാണ്. അതൊരു ആന്തരികമായ അവസ്ഥയാണ്. Brokenness also similarly. അതുപോലെ And that's the തകർന്ന way ഹൃദയം. we can maintain a heart that is single towards God. അങ്ങനെയാണ് നമുക്ക് വന്നിട്ട് ഒരു ദൈവസന്നിധിയിൽ many a ഏകാഗ്രചിത്തമുള്ള ഹൃദയത്തെ കാത്തു Because we സൂക്ഷിക്കാൻ lack കഴിയുന്നത്. these qualities. ഈ And we യോഗ്യതകൾ are നമുക്ക് filled ഇല്ലാത്തത് with കൊണ്ട് many other things. മറ്റുള്ള പല കാര്യങ്ങളാണ് We നമ്മുടെ lack ജീവിതത്തിൽ കാണപ്പെടുന്നത്. real spiritual understanding. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥ Holy ആത്മീയ Spirit doesn't ഗ്രാഹ്യമില്ല. have room to bring in understanding. Though we hear God's word, we receive God's word many a time in our lives. പലപ്പോഴും ദൈവവചനം നാം കേൾക്കുന്നുണ്ടെങ്കിലും ദൈവവചനം നാം സ്വീകരിക്കുന്നുണ്ടെങ്കിലും അത് ഒരു ഗ്രാഹ്യമായി മാറുന്നതിന് പരിശുദ്ധാത്മാവിന് നാം ഇടം നൽകാറില്ല. And therefore today I want to encourage you again. അതുകൊണ്ട് ഞാൻ നിങ്ങളെ Let's പ്രോത്സാഹിപ്പിക്കാൻ be ആഗ്രഹിക്കുന്നത്, single and ruthless to ward off, to remove those things which, whether good or bad, അതുകൊണ്ട് നമുക്ക് ഏകാഗ്രത ഉള്ളവരായിരിക്കാം. which are നല്ലതാണെങ്കിലും contrary to God's മോശമാണെങ്കിലും സ്വാഭാവിക മനുഷ്യന്റെ എല്ലാ കാര്യങ്ങളും ദൈവവചനത്തിനും ദൈവിക ചിന്തയ്ക്കും എതിരായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും വിരോധമായിട്ട്
നിർദ്ദയമായി in പെരുമാറുന്നവരായി removing them from அதை our എതിർത്ത് lives. നിൽക്കുന്നവരായി നമുക്ക് കാണപ്പെടാം. ആ കാര്യങ്ങളെ നമ്മുടെ And ജീവിതത്തിൽ giving നമുക്ക് ourselves നീക്കിക്കളയാം. in humility താഴ്മയോടെ and in നമുക്ക് all ദൈവത്തിന് നമ്മെ brokenness, ഏൽപ്പിച്ചു കൊടുക്കാം. that God may reveal His word to us. തകർന്ന ഹൃദയത്തോടെ തന്റെ വചനത്തെ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാൻ, തന്റെ വചനത്തെ നമുക്ക് ദൈവം As God വെളിപ്പെടുത്തുന്നതിനായിട്ട് has been speaking to us ദൈവം നമ്മോട് at the time of സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് the പോലെ camp meetings, ക്യാമ്പ് മീറ്റിംഗിന്റെ സമയത്ത് the നിന്ന് greatest need for us to move from the shadow to the sun's side. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആവശ്യം ആ നിഴലിന്റെ സ്ഥാനത്ത് നിന്നും ആ വെളിച്ചത്തിലേക്ക് നാം നീങ്ങേണ്ടതാണ്. There are several who are still trying to move around, പലരും ആ നിഴലിന്റെ ആ just pitching their ഭാഗത്ത് tents around here and there, but not really separating themselves. തങ്ങി നിൽക്കുവാനും അവിടെ പാളയം അടിക്കുവാനുമാണ് താല്പര്യപ്പെടുന്നത്. അവിടുന്ന് വിട്ട് പുറപ്പെടുവാൻ അവർക്ക് താല്പര്യമില്ല. Even after we have heard God's word for a long time, നീണ്ട നാളുകളായി ദൈവവചനം നാം കേൾക്കുന്നുണ്ടെങ്കിലും അവർ ആ there അവസ്ഥയിലാണ്. is nothing there left for you അവിടെ നമുക്കൊന്നുമില്ലെന്ന് except മനസ്സിലാക്കണം. confusion, അവിടെ ആശയക്കുഴപ്പം except മാത്രമേ ഉള്ളൂ. defeat, അവിടെ തോൽവി and മാത്രമേ ഉള്ളൂ. except that you miss the purpose of God. അവിടെ നാം ദൈവത്തിന്റെ ഉദ്ദേശം നഷ്ടമാക്കുക മാത്രമേ ഉള്ളൂ. So you have to be deliberate again ആകയാൽ നാം and take your tent and ദൃഢനിശ്ചയമുള്ളവരായിരിക്കണം. move to the other side where the sun is, where God is at work. നമ്മുടെ കൂടാരത്തെ നാം എടുത്തുകൊണ്ട് ആ സൂര്യപ്രകാശം വരുന്ന ആ സ്ഥാനത്തേക്ക് നാം നീങ്ങണം. Yes. We heard many precious counsels from God's word, വിലയേറിയ അനേകം ദൈവിക ആലോചനകൾ നാം and we have കേട്ടു. been hearing about the times of Noah. നോഹയുടെ സമയത്തെ കുറിച്ച് We നാം heard that Noah കേട്ടുകൊണ്ടായിരിക്കുകയായിരുന്നു. embodies a dispensational principle. നോഹ ഒരു യുഗത്തിന്റെ പ്രമാണത്തെ ഉൾക്കൊള്ളുന്നവനാണ് നാം കാണുകയുണ്ടായി. The more I say that, the more it gets stronger and deeper in my being. ഈ കാര്യങ്ങളെ ഞാൻ സംസാരിക്കുമ്പോൾ ഈ കാര്യം എൻ്റെ ഉള്ളിൽ വളരെ ശക്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. So it's not a matter of we are, looking at the history of Noah. നാം നോഹയുടെ ചരിത്രത്തെ അല്ല നോക്കിക്കൊണ്ടിരിക്കുന്നത്. We are seeing ourselves as Noah in these end times. ഈ അന്ത്യനാളുകളിൽ നാം നോഹ ആയിരിക്കേണ്ടതുണ്ട് എന്നാണ് നാം കാണുന്നത്. A Noah company of people in these end times. ഒരു നോഹയുടെ സമൂഹമായി നാം മാറണം. We see him making an ark, as we heard, നാം കേട്ടതുപോലെ നോഹ ഒരു പെട്ടകം ഉണ്ടാക്കി, which safely goes through the tribulation അത് ആ മഹോദ്രവത്തിലൂടെ and the കടന്നു പോകുന്ന judgments ഒരു of പെട്ടകമാണ്. God, ദൈവത്തിന്റെ ന്യായവിധിയിൽ because it കടന്നു was പോകുന്ന all ഒന്നാണ്. built according to God's measurements. എന്തുകൊണ്ടെന്നാൽ ആ പെട്ടകം ആകമാനം ദൈവത്തിന്റെ അളവുകൾക്ക് അനുസരിച്ച് Now, ഉണ്ടാക്കപ്പെട്ടതായിരുന്നു. that's the most important thing. അത് വളരെ It's പ്രാധാന്യം not because അർഹിക്കുന്നതാണ്. Noah made an ark. നോഹ ഒരു പെട്ടകം ഉണ്ടാക്കി That's എന്നതല്ല, not the emphasis. അവിടെയല്ല ഊന്നൽ. But the ark was made according to God's measurements. എന്നാൽ ദൈവത്തിന്റെ അളവിനനുസരിച്ച് താൻ ഒരു പെട്ടകം ഉണ്ടാക്കി എന്നതിലാണ് നാം ഊന്നൽ കൊടുക്കുന്നത്. And therefore it went through tribulations. അതുകൊണ്ട് അതിന് ആ But കഷ്ടതയിലൂടെ they were കടന്നു പോകാൻ not for കഴിയും. the tribulations. എന്നാൽ അവർ ഉപദ്രവത്തിന് വേണ്ടി They ആയിരുന്നില്ല ഇവിടെ went ഉണ്ടായിരുന്നു. through the judgments, അവർ but ന്യായവിധിയിലൂടെ they were not കടന്നുപോയി. for judgments. അവർ ന്യായവിധിക്കായി Rather, ഇവിടെ they ആയിരുന്നില്ല. brought judgments of God upon the earth. എന്നാൽ ദൈവത്തിന്റെ ന്യായവിധി അവർ ഈ So we ഭൂമിയിൽ മേൽ see a കൊണ്ടുവരികയാണ് beautiful ചെയ്തത്. picture of the overcoming church in these end times. ഈ അന്ത്യനാളുകളിലെ വിജയായ സഭയാണ് ഇത് കുറിക്കുന്നത്. And saints, our spiritual eyes will have to be open to see this beyond mere doctrine and teaching. ഇതേ കാണുന്നതിന് നമ്മുടെ ആത്മീയ കണ്ണുകൾ തുറക്കേണ്ടതുണ്ട്. അത് വെറും ഉപദേശമാകും, ഒരു വചനത്തിന്റെ അറിവായി Noah മാറരുത്. stands in these end times to testify against vanity, the emptiness, and the unfruitfulness of the natural life and the soul man. നോഹ ഈ അന്ത്യകാലത്ത് ഈ പ്രാകൃത മനുഷ്യന്റെയും അതുപോലെ നമ്മുടെ പ്രാണജീവന്റെയും അർത്ഥശൂന്യതയും വ്യർത്ഥതയും For Noah, the സാക്ഷീകരിക്കുന്നതാണ് നമുക്ക് building മുമ്പിൽ of the നിൽക്കുന്നത്. ark was the way of life. നോഹയെ സംബന്ധിച്ചിടത്തോളം പെട്ടകം ഉണ്ടാക്കുന്നതിന്റെ ജീവിത രീതിയായി. The more he gave himself to the building of the ark, the more he was separated from the world and the flesh. താൻ എത്രത്തോളം പെട്ടകത്തെ പണിയുന്നതിനെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു, അത്രത്തോളം താൻ
ഈ ലോകത്തിൽ As നിന്നും we തന്റെ heard, സ്വയത്തിൽ നിന്നും God is വെളിയെ വന്നു. building a house. ദൈവം ഒരു And he is building വീട് it with പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. lively stones or living stones. ജീവനുള്ള കല്ലുകളാലാണ് ദൈവം ആ വീട് പണിയുന്നത്. This habitation of God ദൈവത്തിന്റെ through നിവാസം, the Spirit ആത്മാവിനാൽ will be a വസിക്കുന്ന mighty നിവാസം vessel in these end times. ഈ അന്ത്യനാളുകളിൽ ദൈവത്തിന്റെ വിടുതലിന്റെ ഒരു ശക്തമായ പാത്രമായിരിക്കും. A vessel of deliverance ദൈവത്തിന്റെ വിടുതലിന്റെ in the പാത്രം times of tribulation and judgments. മഹോദരകാലത്തും അതുപോലെ ന്യായവിധിയുടെ And we സമയത്തും heard many precious counsel from God's word. ദൈവവചനത്തിനും പല വിലയേറിയ As സത്യങ്ങൾ we നാം heard, it may be a കാണുകയുണ്ടായി. strange looking vessel. നാം കേട്ടതുപോലെ അത് അന്യമായ ഒരു പെട്ടകമായി കണ്ടേക്കാം. Definitely the true body is so much different from the denominational system and the systems of man that we see around us. യഥാർത്ഥമായ ശരീരമായ സഭ മനുഷ്യന്റെ പ്രസ്ഥാനങ്ങളിൽ നിന്നും മനുഷ്യന്റെ വ്യവസ്ഥിതികളിൽ നിന്നും വ്യത്യസ്തമാണ്. इस तुलना में जो मसीह जगत में जो भिन्न भिन्न संप्रदाय और You know, Israel always had a problem. ഇസ്രായേലർക്ക് എപ്പോഴും ഒരു You പ്രശ്നമുണ്ടായിരുന്നു. know, every time they looked at other nations, മറ്റുള്ള ജാതികളെ അവർ കണ്ടപ്പോൾ and they said, we are looking like a funny group of people. അവർക്ക് തങ്ങളെ കണ്ടപ്പോൾ Look അവർ at other അന്യരെന്ന് nations, തോന്നി. they have a king. മറ്റുള്ള They have ജാതികൾക്കെല്ലാം an army. രാജാക്കന്മാരുണ്ടായിരുന്നു, അവർക്ക് have സേനയുണ്ടായിരുന്നു, അവർക്ക് They have this, they have സേനാധിപതികളുണ്ടായിരുന്നു, that. അവർക്ക് അതുണ്ടായിരുന്നു, Look at us. ഇതുണ്ടായിരുന്നു. അതെ, We are a എന്നാൽ funny kind of people. എന്നാൽ ഞങ്ങളെ നോക്കുമ്പോൾ What did the ഞങ്ങൾ Lord say? വ്യത്യസ്തരായ ഒരു ജനമാണ്. A people who dwell alone. എന്നാൽ തനിച്ച് വസിക്കുന്ന ഒരു Not ജനമെന്നാണ് reckoned by കർത്താവ് അവരെ nations. കുറിച്ച് പറഞ്ഞത്. ജാതികളോട് recognized by കലരാതെ, nations. ജാതികളോട് Now, കലരാതെ that was their തനിച്ച് പാർക്കുന്ന ജനം. birthmark. അതായിരുന്നു അവരുടെ The birthmark was that this nation is ജന്മാടയാളം. not like unto other nations in the earth. ഈ ജാതി, ഈ ദേശം അവർ മറ്റുള്ള No, that ജാതിയെ which they പോലും nursed in ദേശത്തെ their പോലും hearts. അല്ല. All these years, they could not bring it out. അവരുടെ ഹൃദയത്തിൽ ഈ But at കാര്യത്തെ one time, അംഗീകരിക്കുവാൻ അവർക്ക് They went to കഴിഞ്ഞില്ല. Samuel and said to him, we want to have a king. അവരുടെ ഹൃദയത്തിൽ നിന്ന് അത് വിട്ടുകളയാൻ അവർ തയ്യാറല്ല. ഒരു ദിവസം Samuel was ശമൂവേലിന്റെ very അടുക്കൽ upset. വന്ന് ശമൂവേലിനോട് അവർ And he went to പറഞ്ഞു, God. God said, give them what they want. അവർക്ക് രാജാവിനെ Don't വേണമെന്ന് worry. ആവശ്യപ്പെട്ടു. They are not അവരുടെ denying ഇഷ്ടപ്രകാരം you, അത് they are ചെയ്യാൻ denying കർത്താവ് me. പറഞ്ഞു. അവർ നിരസിക്കുന്നത് And give them a നിന്നെ അല്ല, king. എന്നെയാണ്. ഞാനൊരു രാജാവ് ധരിക്കാൻ പോണ എന്നെയാണ് അവർ നിരസിക്കുന്നത്. ഞാൻ and അവരുടെ I've മേൽ seen വാഴാതിരിക്കേണ്ടതിന്. ഇതാണ് ഞാൻ some men കാണുന്നത്. who ചിലർ began so well, നന്നായി began with a ആരംഭിച്ചവർ, real longing for the truth, സത്യത്തിനായി വാഞ്ചയോടെ began with ആരംഭിച്ചവർ, a desire to be part of the true body. യഥാർത്ഥ ശരീരമായ സഭയുടെ But the more they ഭാഗമായിരിക്കുവാൻ looked at ആഗ്രഹിച്ചവർ, എന്നാൽ And a മറ്റുള്ളവരെ time കണ്ട് came, ഒരു like സമയം വന്നപ്പോൾ Israel, they began ഇസ്രായേലിനെ to പോലെ have a king for themselves. What do I അവർക്ക് mean by തങ്ങൾക്കൊരു that? സ്വന്തം രാജാവ് They വേണമെന്ന് അവർ began to be like ആഗ്രഹിച്ചു. other organizations, like മറ്റുള്ള other churches. പ്രസ്ഥാനങ്ങളെ പോലെ മാറുവാൻ And അവർ saints, ആഗ്രഹിച്ചു. മറ്റുള്ള that's the സഭകളെ last പോലെ thing that മാറുവാൻ we അവർ ever ആഗ്രഹിച്ചു. desire. നമ്മുടെ ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്ന അവസാനത്തെ കാര്യമാണത്. That's the last thing that we ever desire. അതായിരിക്കണം നാം അവസാനമായി നമ്മുടെ We want ജീവിതത്തിൽ to remain ആഗ്രഹിക്കുന്ന with the true identity that God has for the body of Christ, His church. തന്റെ ശരീരമായ സഭയ്ക്ക് വേണ്ടി കർത്താവ് കൊടുത്തിരിക്കുന്ന അടയാളം ഉള്ളവരായി നാം ഇരിക്കണം. I have resisted that all these years. ഇത്രയും നാൾ ഞാൻ എതിർത്തത് Temptations ഇതിനെയാണ്. come, suggestions ഇതിനുള്ള- come, even from ഇതിനുള്ള- well-meaning brothers. ശോധനകളും പരീക്ഷകളും ഒക്കെ വരാറുണ്ട്. നല്ല സഹോദരന്മാരൊക്കെ അഭിപ്രായം പറയാറുണ്ട്. Our calling is വിശുദ്ധന്മാരെ different. നമ്മുടെ Our വിളി identity is വ്യത്യസ്തമാണ്. different. നമ്മുടെ അടയാളം It's not easy to വ്യത്യസ്തമാണ്. maintain that. അത് നാം കാത്തു Not സൂക്ഷിക്കേണ്ടതുണ്ട്. only this temptation comes from the saints of God, വിശുദ്ധന്മാരിൽ നിന്ന് but it മാത്രമല്ല ഈ comes from പ്രലോഭനം well-meaning വരുന്നത്. brethren. എന്നാൽ നല്ല who have been years സഹോദരന്മാരിൽ in നിന്ന് the house of പ്രലോഭനം God. വരാറുണ്ട്. ദൈവഭവനത്തിൽ You know, the അനേക reason for വർഷങ്ങളായിരുന്നവർ. അതിന്റെ കാരണം Looking എന്താണെന്ന് അറിയാമോ? around, hearing ചുറ്റും this and നോക്കുന്നതാണ്. hearing that. ഇതേ കേൾക്കുന്നതും അതേ കേൾക്കുന്നതുമാണ്. Israel, അവിടെ നോക്കുന്നു ഇവിടെ had this നോക്കുന്നതുമാണ്. temptation for many years. ഇസ്രായേലിയർക്ക് ഈ Samuel, they brought it out. പ്രലോഭനം പലപ്പോഴും ഉണ്ടായിരുന്നു. അവസാനം Lord said, ശമൂവേലിന്റെ "Give them a നാളുകളിൽ king." അവർ What വെളിയിൽ kind of king കൊണ്ടുവന്നു. they had. Now, I'm not ഞങ്ങൾക്ക് getting ഒരു into all രാജാവിനെ that. വേണമെന്ന് അവർ പറഞ്ഞു. അതിന്റെ Some of God brought വിശദാംശങ്ങളിലേക്ക് the ഞാൻ thought, so I കടക്കുവാൻ shared that with ആഗ്രഹിക്കുന്നില്ല. us. Saints of God. So ദൈവവിശുദ്ധന്മാരെ, this vessel is a strange looking vessel. ഈ പെട്ടകം ഒരു And the അന്യമായ temptation പെട്ടകമാണ്. is to be like other people. മറ്റുള്ളവരെ പോലെ മാറണമെന്ന പ്രലോഭനമാണുള്ളത്. Saints,
That's why we need വിശുദ്ധന്മാരെ. a revelation. അതുകൊണ്ട് നമുക്കൊരു വെളിപ്പാട് That's why we ആവശ്യമാണ്. need understanding of our അതുകൊണ്ട് calling and our election in Christ Jesus. നമ്മുടെ വിളിയെക്കുറിച്ചും നമ്മുടെ തിരഞ്ഞെടുപ്പിനെ കുറിച്ചും നമുക്കൊരു ഗ്രാഹ്യം ആവശ്യമാണ്. So God specified the dimensions of this ark. ഈ പെട്ടകത്തിന്റെ അളവുകളെ കർത്താവ് കൃത്യമായി നൽകി. And as we heard, it was not accidental. അത് വന്നിട്ട് It is not something that he pulled out of സംഭവിച്ചൊന്നല്ല. his moods. കർത്താവ് അങ്ങനെ വെറുതെ ഒരളവൊന്നും കൊടുത്തതല്ല. Of course, God doesn't do anything like that. അങ്ങനെ ദൈവം ഒരിക്കലും ഒന്നും ചെയ്യാറില്ല. He had his own measurements. തന്റെ സ്വന്തം അളവുകൾ കർത്താവ് തന്റെ Yes, as we heard last കാര്യങ്ങൾക്കായിട്ടുണ്ടായി. week, കഴിഞ്ഞ ആഴ്ച നമുക്ക് the more I കേട്ടതുപോലെ think about it, the more I get strengthened in my spiritual man. ഈ കാര്യങ്ങളെ കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ You listen ഞാൻ to this അധികമായി word എന്റെ again. ആന്തരിക മനുഷ്യനിൽ ശക്തിപ്പെടുന്നു. You go through this word നിങ്ങൾ again വീണ്ടും വീണ്ടും and ഇതിനെ see what happens to കേൾക്കുക. you. എന്താണ് നിങ്ങൾക്ക് You will not fall സംഭവിക്കുന്നത് to കാണുക. sleep, I can guarantee you. നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. You will not fall to sleep. നിങ്ങൾക്ക് ഉറങ്ങാൻ Read പറ്റത്തില്ല. through that word. ആ We heard വചനം last നിങ്ങൾ week, പഠിക്കുക. he is using this ark to speak to us. ഈ പെട്ടകത്തെ ദൈവം നമ്മോട് He സംസാരിക്കുവാനാണ് is using ഉപയോഗിക്കുന്നത്. this ark to speak to us. ഈ പെട്ടകത്തെ നമ്മോട് സംസാരിക്കുന്നതിനായിട്ട് ദൈവം ഉപയോഗിക്കുന്നു. Yes, to speak to us about the sons of God. ദൈവപുത്രന്മാരെ കുറിച്ച് സംസാരിക്കുന്നതിനായിട്ട് ദൈവം Amen. ഉപയോഗിക്കുന്നു. It is not an abstract thing that happened in the history we are just going through as in a story. No, it's to speak to us about the sons of God in the end ചരിത്രത്തിൽ times. നടന്ന അവ്യക്തമായ ഒരു കാര്യമല്ല, തന്റെ പുത്രന്മാരെ കുറിച്ച് വ്യക്തമായി പറയുന്നതാണ് ആ പെട്ടകം. The overcoming company of saints, ജയം നേടുന്ന the body of believers, the body of Christ. ജയാളികളെ കുറിച്ചാണ് joined പറയുന്നത്. together കർത്താവിന്റെ ശരീരമായ In സഭയാണ് അത് these last കുറിക്കുന്നത്. days, ഈ to form അന്ത്യനാളുകളിൽ a glorious vessel ഒന്ന് ചേർന്ന് that ഒരു will house the കർത്താവിന്റെ fullness of മഹത്തായ God ഒരു പാത്രമായി തീരുന്നതിന്, കർത്താവിന്റെ പൂർണ്ണതയെ and bring deliverance to humanity, പൂർണ്ണതയെ to വഹിച്ചുകൊണ്ട് the whole creation. മനുഷ്യനും Yes. സൃഷ്ടിക്കും Glory ഒരു to വിടുതൽ കൊണ്ടുവരുന്ന ഒരു A പാത്രം. vessel for God's judgments in these last days. ഈ അന്ത്യനാളുകൾ ദൈവത്തിന്റെ ന്യായവിധിക്കായി ഒരുക്കപ്പെടുന്ന Saints, ഒരു പാത്രം. what a glorious call is resting upon you and me. എത്ര മഹത്തായ ഒരു വിളിയാണ് നമ്മുടെ And if മേൽ we are ഉള്ളത് not വിശുദ്ധന്മാരെ. stirred in our inner man, it's because we have not seen. നമ്മുടെ ആന്തരിക It's like മനുഷ്യന് the blind ഉത്തേജനം നാം man. പ്രാപിക്കുന്നില്ലെങ്കിൽ You get all stirred ആത്മീയമായി up നമ്മൾ when you look at കേൾക്കുന്നില്ല. a അതിന്റെ picture. കാരണമാണ് നമ്മൾ painting, ഒരു for ചിത്രം example. കാണുമ്പോൾ ആ കാര്യത്തിൽ നാം Oh, you say, oh, പ്രചോദനം wonderful, how നമുക്ക് great ലഭിക്കും. it is. എന്നാൽ ഒരു അന്ധനെ സംബന്ധിച്ചിടത്തോളം somebody with അവനെ വന്നിട്ട് പ്രചോദനമൊന്നും ഉണ്ടാകുകയില്ല. He doesn't feel anything that you feel. ആ അന്ധന് അതെ What do കാണുവാനും you think കഴിയില്ല, about that? അതെ വന്നിട്ട് അതിൽ നിന്നും പ്രചോദനം പ്രാപിക്കുവാനും കഴിയില്ല. Many a time, പലപ്പോഴും we don't get stirred because we have not seen. നാം We have not ആത്മീയമായി ഉത്സാഹഭരിതരാകാറില്ല. അതിന്റെ കാരണം Because we ആത്മീയം have നാം not seen, we കാണുന്നില്ല are എന്നതാണ്. hearing. നാം We are hearing something in the natural man. സ്വാഭാവികമായി കേൾക്കുന്നത് മാത്രമേ ഉള്ളൂ. We are not പ്രാകൃത really മനുഷ്യൻ കേൾക്കുന്ന understanding മാത്രമേ what ഉള്ളൂ. we are hearing. ആത്മീയമായി Well, കേൾക്കുന്നില്ല, I'm ആത്മീയമായ not here കാര്യങ്ങളെ to ഗ്രഹിക്കുന്നില്ല. judge any man, but I'm just sharing these as the Lord is helping me. ഞാൻ So ആരെയും there is വിധിക്കുവാനല്ല a ഇത് great പറയുന്നത്. need, brothers and sisters, നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ for us ആവശ്യമുണ്ട് to സഹോദരി understand സഹോദരന്മാരെ. what we are hearing. നാം കേൾക്കുന്ന കാര്യങ്ങളെ നാം There's so many ഗ്രഹിക്കേണ്ടതുണ്ട്. things within us, നമ്മൾ and പല we are not കാര്യങ്ങളുണ്ട്. ruthless with those things. ആ കാര്യങ്ങളോട് നാം They are standing നിർദ്ദയതയുള്ളവരല്ല. up against this word. ആ വചനത്തിന് വിരോധമായി We have to be നിൽക്കുന്ന ruthless. കാര്യങ്ങളോട് നാം നിർദ്ദയത ഉള്ളവരല്ല. Remove those things ആ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ and make മനഃപൂർവ്വം നാം room നീക്കിക്കളയണം. God's word to come in and give us the understanding. ദൈവവചനം കടന്നു വരുന്നതിനും So, ഗ്രാഹ്യം I നൽകുന്നതിനുമായ കാര്യങ്ങൾ I നാം want to നീക്കിക്കളയണം. provoke you in the Lord Jesus Christ today. ആകയാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ You നിങ്ങളെ know, that you പ്രകോപിപ്പിക്കുവാൻ would do ആഗ്രഹിക്കുന്നു. this. ഈ Be കാര്യത്തിൽ നിങ്ങൾ humble in ചെയ്യണം. your heart. ഹൃദയത്തിൽ Be broken within your താഴ്മയുള്ളവരായിരിക്കണം. heart. തകർന്ന And ഹൃദയമുള്ളവരായിരിക്കണം. maintain a single heart towards the Lord in these days. ദൈവത്തിന് നേരായിട്ട് ഏകാഗ്രത We ഉള്ളവരായിരിക്കണം. heard about God's dimension of 300. നാം കർത്താവിന്റെ ആ 300 എന്ന അളവിനെ We ആ heard സംഖ്യ നാം about കാണുകയുണ്ടായി. Gideon's army. നാം ഗിദെയോന്റെ ആ സേനയെ കുറിച്ച് Number കേട്ടു. 300 in the Bible numerology speaks of complete deliverance of victory in conflict. We heard. ദൈവവചനത്തിൽ 300 എന്ന സംഖ്യ പോരാട്ടത്തിലുള്ള പൂർണ്ണ ജയത്തെയാണ് കുറിക്കുന്നത്. And we heard many things from
the life of Gideon and the army of Gideon. ഗിദെയോന്റെ ജീവിതത്തിൽ നിന്നും ഗിദെയോന്റെ സേനയുടെ കാര്യത്തിൽ നിന്നും പല കാര്യങ്ങളും നാം You കാണുകയുണ്ടായി. know, I'm not getting into all that we heard, but I thought I should remind these few things before we move on today. നാം കേട്ട കാര്യങ്ങളുടെ വിശദാംശത്തിലേക്ക് വീണ്ടും കടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. You know, the reality നിങ്ങളെ is അത് ഓർമ്മിപ്പിച്ചിട്ട് കടന്നു പോകാൻ that God's താല്പര്യപ്പെടുന്നു. dimensions are true. കർത്താവിന്റെ അളവുകൾ And അത് what God is യാഥാർത്ഥ്യമാണെന്ന് building നിങ്ങളെ in this ഓർപ്പിക്കട്ടെ. end time, they are not according to man's pattern. ഈ അന്ത്യനാളുകൾ ദൈവം ചെയ്യുന്ന കാര്യം And മനുഷ്യന്റെ that's മാതൃക why I'm പ്രകാരമുള്ളതല്ല. taking these numbers to show us. അതുകൊണ്ടാണ് ഈ സംഖ്യ എടുത്ത് ഞാൻ There നിങ്ങളോട് are പറയുന്നതിന്റെ deep-rooted കാര്യം. truth here. ഇവിടെ ആഴമായ സത്യങ്ങളുണ്ട്. You know, and what I'm going to share today morning further, ഇന്ന് രാവിലെ തുടർന്ന് ഞാൻ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് you need depth to understand what I'm going to share with us. അത് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ആത്മീയമായ ആഴം The നിങ്ങൾക്ക് scripture ആവശ്യമാണ്. says the seed fell on side, on the roadside, വഴിയരികിൽ വീണ വിത്തിനെ കുറിച്ച് നാം and some ദൈവവചനത്തിൽ വായിക്കുന്നു. fell on a ground, but it didn't have depth. ചിലത് വന്നിട്ട് പാറമേൽ വീണ വിത്തായിരുന്നു, And അവിടെ when they മണ്ണിന് heard, ആഴമുണ്ടായിരുന്നില്ല. Immediately it began to sprout out. വചനം കേട്ടപ്പോൾ അത് മുളച്ചു വന്നുവെങ്കിൽ തന്നെയും But it had no root and therefore it dried away. മണ്ണിന് ആഴമില്ലാത്തതുകൊണ്ട് അവ Now, ഉണങ്ങിപ്പോയി. as I said right at the beginning, ഞാൻ ആദ്യം we are to be പറഞ്ഞതുപോലെ single, നാം to maintain a ഏകാഗ്രതയുള്ളവരായിരിക്കണം. single heart. ദൈവത്തിന് നേരായിട്ട് We ഒരു must have ഏകാഗ്രതയുള്ള humility. ഹൃദയത്തെ കാത്തു സൂക്ഷിക്കണം. We നമുക്ക് must be താഴ്മ broken ഉണ്ടായിരിക്കണം. within our hearts. തകർന്നു നുറുങ്ങിയ ഹൃദയം നമുക്ക് ആവശ്യമാണ്. Pliable. ദൈവത്തിന് മുമ്പിൽ Willing നാം to വളഞ്ഞു give and കൊടുക്കുന്നവരായിരിക്കണം. ദൈവത്തിന് You know, നമ്മളെ and ഏൽപ്പിച്ചു that's കൊടുക്കുവാനും the kind of കാര്യങ്ങളെ heart നമ്മുടെ we should വാഴുകൾ maintain. തിരസ്കരിക്കുവാനും നാം പഠിക്കണം. Giving time that God's Holy Spirit can reveal to us. കാര്യങ്ങളെ ധ്യാനിക്കുകയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ so the കാത്തിരിക്കാൻ things that I'm going to പരിശുദ്ധാത്മാവിന് now സ്ഥാനം share നൽകുകയും ചെയ്യണം. ഇപ്പോൾ ഞാൻ Would സംസാരിക്കുവാൻ പോകുന്ന കാര്യം need depth in our lives. അത് ഗ്രഹിക്കുന്നതിന് നമുക്കൊരു ഒരു And ഒരു so, ഒരു what do you mean by depth? ആഴം നമ്മൾ ആവശ്യമാണ്. Just ആ as I ആഴം കൊണ്ട് mentioned, എന്താണ് be അർത്ഥമാക്കുന്നത്? ദൈവസ്ഥലത്തിൽ broken within താഴ്മയോടായിരിക്കുക, തകർന്ന ഹൃദയമുള്ളവരായിരിക്കുക, Ruthless to remove things and make room for God. നിങ്ങളുടെ ജീവിതത്തിലുള്ള കാര്യങ്ങളെ നിർദ്ദയം Then നീക്കി God ദൈവത്തിനായി ഇടം will നൽകുക. give you understanding. അപ്പോൾ ദൈവം നിങ്ങൾക്ക് Otherwise, it's ഗ്രാഹ്യം going to be നൽകും. boring for some of us. ഇല്ലെന്ന് വരിയിൽ നിങ്ങൾ Now, so listen ബോറടിച്ചു പോകും. carefully. Now, when ശ്രദ്ധയോടെ we go കേൾക്കുക. on to the tabernacle, നാം സമാഗമന കൂടാരത്തിലേക്ക് നോക്കുമ്പോൾ I'm talking about the dimensions of God. ദൈവത്തിന്റെ അളവുകളെ കുറിച്ചാണ് How ഞാൻ പറയുവാൻ important are താല്പര്യപ്പെടുന്നത്. these dimensions for His church in these end times? സഭയ്ക്ക് ഈ അളവുകൾ എത്ര പ്രാധാന്യം അറിയിക്കുന്നു എന്ന് ഞാൻ When നിങ്ങളോട് we look പറയുവാൻ at the ആഗ്രഹിക്കുന്നു. tabernacle, സമാഗമന കൂടാരത്തെ I wish കാണുമ്പോൾ we had a picture, but most of us know the tabernacle had 3 divisions. അതിന്റെ ഒരു ചിത്രം ഉണ്ടായിരുന്നെങ്കിൽ വിശദമാക്കുവാൻ എളുപ്പമായിരുന്നു. സമാഗമന കൂടാരത്തിന് 3 The പ്രത്യേക outer ഭാഗങ്ങൾ court, ഉണ്ടായിരുന്നു. the holy place, and the most holy place. പ്രാകാരം, അതേപോലെ വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം എന്ന 3 ഭാഗങ്ങൾ And you ഉണ്ടായിരുന്നു. see that there are 3 gates, therefore, അതുപോലെ ഈ or 3 doors. സമാഗമന കൂടാരത്തിലേക്ക് or കടന്നു 3 വരുമ്പോൾ അതിന് ways. 3 വാതിലുകൾ ഉണ്ടായിരുന്നു. Yes. 3 തിരശ്ശീലകൾ ഉണ്ടായിരുന്നു. Right as you come in, there's a veil at the outer court. നമ്മൾ ആ പ്രാകാരത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഒരു വാതിലുണ്ടായിരുന്നു, അവിടെ ഒരു Yes, തിരശ്ശീല there's a door ഉണ്ടായിരുന്നു, there. അവിടെ ഒരു വാതിലുണ്ടായിരുന്നു. And each door ഓരോ or വാതിലും each veil ഓരോ measures തിരശ്ശീലയിലും 100 square cubits. ആ ഓരോ തിരശ്ശീലയുടെ അളവ് 100 You know, 100 cubic square cubits of material. 100 ചതുരശ്ര മുഴമായിരുന്നു അതിന്റെ അളവ്. सामग्री लगी है वो लगभग 100 हाथ वर्गाकार. Yes. Now, as I said, I'm going to share some measurements now, and it will mean nothing to you, but if you will open up yourself, God is going to reveal something very precious. So listen ഇപ്പോൾ ചില carefully. അളവുകളെ കുറിച്ചാണ് Make നിങ്ങളോട് room. പറയുവാൻ Yes. താല്പര്യപ്പെടുന്നത്. നിങ്ങളത് All ശ്രദ്ധയോടെ right. കേട്ടാൽ We അത് don't want anything natural to കാര്യങ്ങളെ understand, ഗ്രഹിക്കുവാൻ but നിങ്ങൾക്ക് Spirit സഹായിക്കുന്നില്ലെങ്കിൽ of അത് God പ്രയോജനം revealed to ഉണ്ടാകില്ല. us. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ Okay, so നമുക്ക് the വെളിപ്പെടുത്തേണ്ടത് moment you സ്വാഭാവിക enter മനുഷ്യന് into the മനസ്സിലാക്കുവാൻ first കഴിയില്ല. door, നാം ആദ്യ വാതിൽ which കടന്നുള്ള measures ചെല്ലുമ്പോൾ 100 square cubits, അത് വന്നിട്ട് 100 you ചതുരശ്ര come to the മുഴമുള്ളതായിരുന്നു. brazen altar. അവിടെ നാം ആ Brazen താമ്ര altar. ബലിപീഠത്തിലേക്ക് വരുന്നു.
And then we come to the laver. और फिर उसके बाद അത് കഴിഞ്ഞ് The നമ്മൾ praise the ആ Lord talks about the grace of God താമ്ര തൊട്ടിയുടെ അടുത്ത് വരുന്നു. ये पीतल की वेदी बताती है by shedding of the precious blood of the Lord Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്തെ And the ചിന്തിയതിനെയാണ് laver താമ്ര which യാഗപീഠം signifies കാണിക്കുന്നത്. baptism in water. और जो पानी അതുപോലെ ആ താമ്ര തൊട്ടി കാണിക്കുന്നത് And നമ്മുടെ then after ജലസ്നാനത്തെയാണ്. that, അതിനുശേഷം we go through, we pass through and the second veil. അവിടെ നാം രണ്ടാം തിരശ്ശീല അല്ലെങ്കിൽ വാതിൽ And മുഖേന brings us അകത്ത് into കിടക്കുന്നു. the realm of the holy place, അത് ആ അതിവിശുദ്ധ സ്ഥലത്തേക്ക് which നമ്മെ is the കൊണ്ടുവരും. realm of the Holy Spirit. അത് പരിശുദ്ധാത്മാവിന്റെ മണ്ഡലമാണ്. Yes. And there are three furniture there. അവിടെ Instruments മൂന്ന് there. ഉപകരണങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. Yes. उन फर्नीचर्स को Yeah, we see the lampstand, और वहां पे हम അവിടെ ആ the table of പൊൻനിലവിളക്കുണ്ട്. showbread, और वहां पे हम അതുപോലെ and കാഴ്ചയപ്പത്തിന്റെ the മേശയുണ്ട്. altar of incense. അതുപോലെ ധൂപപീഠമുണ്ട്. That's called the holy place realm. അതാണ് ആ It's called the വിശുദ്ധ realm of the മണ്ഡലത്തിന്റെ Holy Spirit. സ്ഥാനം. അത് പരിശുദ്ധാത്മാവിന്റെ മണ്ഡലമാണ്. In Acts chapter 1 and 8 we read like this. അപ്പോസ്തല പ്രവർത്തികൾ In Acts 1-ാം chapter അധ്യായത്തിന്റെ 1 and 8-ാം verse അധ്യായത്തിൽ 8. ഇങ്ങനെ വായിക്കുന്നു. प्रेरितों की पुस्तक में हम देखते हैं And verse 8, 8-ാം അധ്യായത്തിൽ you ഇങ്ങനെ shall വായിക്കുന്നു. receive the power after the Holy Ghost is come upon you, जब पवित्र आत्मा तुम्हारे पर आएगा പരിശുദ്ധാത്മാവ് and വരുമ്പോൾ ye നിങ്ങൾ shall be ശക്തി പ്രാപിച്ച് witnesses unto me. और तुम मेरे गवाह എനിക്ക് So this is നിങ്ങൾ the realm of the Holy സാക്ഷികളായിരിക്കും. Ghost. और ये है ഇതാണ് പരിശുദ്ധാത്മാവിന്റെ Tabernacle is മണ്ഡലം. already there. उसका चित्र All right. So you see the three furniture there. और यहाँ पे हम तीन അവിടെ നമ്മൾ ആ മൂന്ന് ഉപകരണങ്ങളെ You know, the കാണുന്നുണ്ട്. golden lampstand, the പൊൻനിലവിളക്ക്, showbread, सोने के दीप and the കാഴ്ചയപ്പത്തിന്റെ golden മേശ, altar of incense. അതുപോലെ So ധൂപപീഠം. that realm is called the holy place realm. അത് And the Lord വിശുദ്ധ said, "You സ്ഥലത്തിന്റെ shall receive the മണ്ഡലമാണ്. Holy Ghost, जैसे कि प्रभु ने कहा പരിശുദ്ധാത്മാവിനെ and ye പ്രാപിക്കുമ്പോൾ shall be my witnesses." നിങ്ങൾ എനിക്ക് സാക്ഷികളായി തീരുമെന്ന് കർത്താവ് അരുളി ചെയ്തു. You know, so as we enter in the second door, നാം ആ രണ്ടാമത്തെ വാതിൽ കടന്ന് അകത്ത് there are പ്രവേശിക്കുമ്പോൾ square cubits. और वो है सो അത് 100 അടി ചതുരശ്ര Yes, ചതുരശ്ര there we മുഴം come ഉള്ള ആ into the തിരശ്ശീല place നാം of the കടക്കുമ്പോൾ candlestick. और वहाँ पे हम നാം ആദ്യം വരുന്നത് ആ We come into the പൊൻനിലവിളക്കിനടുത്താണ്. और realm of the church. वहाँ पे कलीसिया അവിടെ നാം We see the സഭയുടെ Lord മണ്ഡലത്തിലാണ് standing in the വരുന്നത്. midst of the golden candlestick. Yes? നാം Where ആ do you read പൊൻനിലവിളക്കിന്റെ മധ്യത്തിൽ കർത്താവ് In the നിൽക്കുന്നതായിട്ട് book of വെളിപ്പാട് Revelation പുസ്തകത്തിൽ chapter വായിക്കുന്നു. 1. വെളിപ്പാട് Amen. പുസ്തകം 1-ാം അധ്യായത്തിൽ നമുക്ക് The Lord കാണുന്നു. standing in the midst of the golden candlestick. और ആ പൊൻനിലവുകളുടെ മധ്യത്തിൽ കർത്താവ് As a high നിൽക്കുന്നതായിട്ട് നാം priest, കാണുന്നു. it talks about the Lord standing in the midst of the churches. Amen? മഹാപുരോഹിതനായ Yes. കർത്താവായ യേശുക്രിസ്തു സഭകളുടെ മധ്യത്തിൽ So we നിൽക്കുന്നതിനാണ് അത് see കുറിക്കുന്നത്. here the candlestick, which is the picture of the church. ഇവിടെ നാം കാണുന്നത് പൊൻനിലവിളക്കിനാണ്. പൊൻനിലവിളക്ക് സഭയുടെ ഒരു പ്രതീകമാണ്. And this is the realm that the church has been all these years. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം സഭ ഈ മണ്ഡലത്തിലായിരുന്നു. में बनी रही The church has been in that realm since Pentecost. പെന്തക്കോസ്ത് നാൾ മുതൽ ഇപ്പോൾ വരേക്കും സഭ Ye ആ shall മണ്ഡലത്തിലാണ്. receive the power of the Holy Ghost, and ye shall be my witnesses. നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ച് എനിക്ക് സാക്ഷികളായി തീരുമെന്ന് കർത്താവ് അരുളി ചെയ്തു. उसके गवाह ठहरी Yes. And the dimensions of this sanctuary, ഈ വിശുദ്ധ മന്ദിരത്തിന്റെ the inner അളവ് നാം court, കാണുമ്പോൾ, ഈ beyond വിശുദ്ധ the second സ്ഥലത്തിന്റെ അളവ് നാം veil, കാണുമ്പോൾ, ഈ രണ്ടാം തിരശ്ശീലയ്ക്ക് അപ്പുറമുള്ള ഈ is മണ്ഡലത്തിന്റെ അളവ് കാണുമ്പോൾ 20 cubits long and 10 cubits wide. 20 മുഴം നീളവും 10 മുഴം വീതിയും ഉള്ളതായിരുന്നു. जो हाथ का ये क्षेत्र है I don't know what it all means. Hath, pyre, I don't know. All right, you say rightly, brother. Okay, so we see it is 20 cubits long, 10 cubits wide, and 10 cubits high. 20 മുഴം നീളവും 10 മുഴം വീതിയും 10 മുഴം ഉയരവും ഉള്ളതായിരുന്നു ആ വിശുദ്ധ So 20 സ്ഥലം into എന്ന 10 മണ്ഡലം. into 10. How much is that? 2000. 20നെ 10 കൊണ്ട് ഗുണിച്ച് വീണ്ടും 10 കൊണ്ട് ഗുണിക്കുമ്പോൾ So the അത് last 2000 years from the day of ചതുരശ്ര Pentecost മുഴമായിരുന്നു until അതിന്റെ और अब तक 2000 അതിന്റെ വോളിയം. बीत गए हैं उस मसीह की സഭാ മണ്ഡലത്തിൽ 2000 വർഷങ്ങൾ ഉണ്ടായിരുന്നു. तो पेंटिकॉस्ट के Yeah. मसीह के बाद 2000 Yeah. साल
So we see very clearly വളരെ വ്യക്തമായി നാം the last കാണുന്നത് 2000 years, കഴിഞ്ഞ 2000 വർഷങ്ങൾ from the time the church was born, സഭ ജനിച്ച സമയത്ത് the നിന്ന് church has been in the realm, സഭ from the time of മണ്ഡലത്തിലായിരുന്നു. Pentecost, in that realm of the Holy Spirit, പെന്തക്കോസ്തിന്റെ നാളിലും ആ മണ്ഡലത്തിലായിരുന്നു the സഭ. church being a witness. സഭ ഒരു Ye shall be സാക്ഷിയായി. my witnesses, സഭ എനിക്കൊരു a witness സാക്ഷിയായി. unto me. എനിക്കൊരു And saints സാക്ഷിയായി. of God, I want to say one thing, whether you understand or you agree with me or not, the time is come, the church must go beyond the holy place. എന്നോട് നിങ്ങൾ സമ്മതിച്ചാലും ഞാൻ Hallelujah. പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും സഭ Yes. വന്നിട്ട് അടുത്ത തിരശ്ശീലേക്ക് കടന്ന് അതിവിശുദ്ധ We thank സ്ഥലത്തേക്ക് God കടക്കേണ്ട 2000 years are already over സമയം naturally. വന്നിരിക്കുന്നു. 2000 വർഷങ്ങൾ The കഴിഞ്ഞുപോയി. time is come for the church to move beyond 2000 into the third dimension. ആ 2000 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ആ മൂന്നാം മണ്ഡലത്തിൽ നാം കടക്കേണ്ട സമയം വന്നിരിക്കുന്നു. Yeah, the church must enter in through the third veil, ആ മൂന്നാമത് തിരശ്ശീലയിലൂടെ which again is 100 square cubits. ആ തിരശ്ശീല വീണ്ടും 100 ചതുരശ്ര മുഴം And the വിസ്തീർണമുള്ളതാണ്. beautiful thing is, when you see the most holy place, നാം ആ അതിവിശുദ്ധ സ്ഥലത്തെ the കാണുമ്പോൾ measurement of the most holy place is ആ വിശുദ്ധ is മന്ദിരത്തിന്റെ 10 ആ into അതിവിശുദ്ധ 10 സ്ഥലത്തിന്റെ into 10. അളവ് അത് 10 അടി നീളം, 10 what's അടി the വീതി, total 10 അടി therefore? ഉയരമായിരുന്നു. it's another 1000. അതിന്റെ You know, വോളിയം saints of God, God's 100 measurements never make a mistake. ക്യൂബിക് മുഴമാണ്. Amen. His 300s and his 3000. കർത്താവിന്റെ 300, 3000 You know, so we see here very എന്ന സംഖ്യകളെ clearly, നാം കാണുന്നു. ഇവിടെ നാം this speaks കാണുന്നത് about the age ahead of us. നമുക്ക് മുമ്പിലുള്ള ആ യുഗത്തെയാണ് അത് കാണിക്കുന്നത്. Notice that passing through the final veil അവസാനമായിട്ടുള്ള ആ തിരശ്ശീല നാം കടക്കുമ്പോൾ makes the total 300 square cubits. അപ്പോൾ 300 ചതുരശ്ര അടി അത് പൂർണ്ണമാക്കുന്നു. Amen. Amen. And so we see ആകയാൽ this speaks of the great and final deliverance, അത് ദൈവത്തിന്റെ പൂർണ്ണ വിടുതലിനെയാണ് awaiting the കാണിക്കുന്നത്. creation സൃഷ്ടിക്കായി കാത്തിരിക്കുന്ന അവസാന with വിടുതൽ, the manifestation of those sons പുത്രന്മാരുടെ who have വെളിപ്പാടിലൂടെ passed വരുവാൻ through not only പോകുന്ന the first veil, not only the second veil, but those who have gone through the third veil into the most holy place. ആദ്യത്തെ തിരശ്ശീല മാത്രമല്ല, രണ്ടാമത്തെ Yes. തിരശ്ശീല മാത്രമല്ല, മൂന്നാം തിരശ്ശീലയിലൂടെ കടന്നുപോയ തന്റെ പുത്രന്മാരെയാണ് ഇത് കുറിക്കുന്നത്. से गुजर गई, अब तीसरे पर्दे से उसको पार हो जाना है. Yes. Amen. 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 That's why you need understanding. അതുകൊണ്ടാണ് നമുക്ക് ഗ്രാഹ്യം These ആവശ്യം. measurements mean something in God's divine economy. ഈ അളവുകൾ ദൈവിക ഉദ്ദേശത്തിലുള്ള കാര്യങ്ങളെയാണ് The church കാണിക്കുന്നത്. has been there for 2000 years. സഭ 2000 വർഷങ്ങളായി വിശുദ്ധ സ്ഥലത്തിലായിരുന്നു. Gone through the first veil and the second veil. ആദ്യത്തെ തിരശ്ശീല, രണ്ടാം തിരശ്ശീല But it കടന്നുപോയി. is necessary. God's church must go through the third veil, come into the most holy place, and come into that 300 square cubits, which is the measurement of God. കർത്താവായ യേശുക്രിസ്തുവിന്റെ സഭ ആ മൂന്നാം തിരശ്ശീലയിലേക്ക് കടന്ന് ആ 100 ചതുരശ്ര മുഴമുള്ള ആ തിരശ്ശീലയിലേക്ക് കടന്ന് ആ Yes, മഹാ now, to പരിശുദ്ധ encourage സ്ഥലത്തിലേക്ക് you, let me വരേണ്ടത് turn into one അനിവാര്യം. scripture അതിവിശുദ്ധ in the book of സ്ഥലത്തിലേക്ക് വരേണ്ടത് Hebrews chapter അനിവാര്യമാണ്. 6. എബ്രായ ലേഖനം 6-ാം അധ്യായം. Yes. I'm going to read chapter 6. We won't read in Hindi for want of time. Read in your Bibles with prayers on your lips. Lord, മലയാളത്തിൽ reveal നാം to me. വായിക്കാൻ പോകുന്നില്ല. ഈ കാര്യങ്ങളെ Give me വെളിപ്പെടുത്തണമെന്ന് ദൈവത്തോട് understanding, പ്രാർത്ഥന. Lord. ഈ കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ എന്നെ Give സഹായിക്കണമെന്ന് me പ്രാർത്ഥനയോടെ understanding. I'm വായിക്കാം. reading verse 17. Wherein God 17-ാം വാക്യത്തിൽ willing more നമുക്ക് വായിക്കാം. abundantly to show unto heirs of promise the immutability of his counsel, confirmed it by an oath,
that by two immutable things, in which it was impossible for God to lie, we might have a strong consolation, who have fled for refuge, to lay hold upon the hope that set before us. The hope set before us, which hope we have, an anchor of the soul, both sure and steadfast, and which entereth into that within the veil, where the forerunner for us entered, even Jesus, made an high priest forever after the order of Melchizedek. Amen. Amen. So our forerunner has already gone in behind this veil. हमारे आगे दौड़ने वाला वो पहले നമുക്ക് മുൻപാകെ ഓടുന്ന കർത്താവായ യേശു ക്രിസ്തു ആ ഓട്ടം And he is തീർത്ത് waiting. അതിവിശുദ്ധ സ്ഥലത്തേക്ക് കടന്നിരിക്കുന്നു. Forerunner, right? നമ്മുടെ മുന്നോടിയായ യേശു What is അവിടെ forerunner? പ്രവേശിച്ചിരിക്കുന്നു. The one who first runs and reaches the destiny. ആദ്യം ഓടി തന്റെ ഓട്ടത്തെ Amen. അവസാനിപ്പിക്കുന്ന Who are ആളാണ് you? മുന്നോടി. कौन है? Who are you? നാം ആരാണ്? Paul said, പൗലോസ് പറയുന്നു, I run. मैं दौड़ता हूँ You ഞാൻ also run. ഓടുന്നു, നിങ്ങളും Amen. ഓടുവീനെന്നാണ് പറയുന്നത്. ताकि हम उसे That was not നാം heaven. നേടേണ്ടതിന് അത് That was not സ്വർഗ്ഗമല്ല. heaven. അത് Paul സ്വർഗമല്ല. knew that he would definitely go to heaven when he dies. और वो पौलुस മരിക്കുമ്പോൾ താൻ സ്വർഗത്തിൽ പോകുന്ന പൗലോസിന് അറിയാമായിരുന്നു. Salvation is not by works, और जो कलीसिया നമ്മുടെ but രക്ഷ glory is പ്രവർത്തിയാലുള്ളതല്ല. something to be obtained in our lives. എന്നാൽ ദൈവമഹത്വം Saints നമ്മുടെ of God, ജീവിതത്തിൽ remember നാം therefore, അടയേണ്ടതാണ്, The നേടേണ്ടതാണ്. forerunner has already entered in. और हमारा आगे നമ്മുടെ മുന്നോടി പ്രവേശിച്ചിരിക്കുന്നു. That's where God is bidding his church to come in. इसलिए कलीसिया को ऊपर അവിടെ കടന്നു വരുവാനാണ് Oh, may God സഭയെ help us. കർത്താവ് വിളിക്കുന്നത്. Where is this measurement today? कहाँ ये सारे ഇന്ന് ഈ അളവുകൾ People are എവിടെയാണ്? happy with the first realm. ആദ്യത്തെ മണ്ഡലത്തിൽ അനേകർ ഇന്ന് Don't look at സംതൃപ്തരാണ്. that picture of that man. You know, we see that people are happy and settle with the first place or the outer court. हम देखते हैं कि बहुत सारे लोग ആ I am born again, I am baptized, പ്രാകാര God is with me, മണ്ഡലത്തിൽ I will go to അനേകർ heaven, സംതൃപ്തരാണ്. I am so saved, I am so happy. Now all that I do, I sing about it and I am a witness. Yes, you are called to be a witness. ഞാൻ വീണ്ടും ജനിച്ചു, ഞാൻ സ്നാനമേറ്റു സ്വർഗത്തിൽ പോകാൻ തയ്യാറാണ്, കർത്താവിനൊരു സാക്ഷിയായിരിക്കണമെന്നാണ് അവർ പറയുന്നത്. Yes, and അതിലുപരിയായിട്ടൊന്നും then you അവർ have the realm of വിശ്വസിക്കുന്നില്ല. the Holy Spirit. എന്നാൽ ആ പരിശുദ്ധാത്മാവിന്റെ You മണ്ഡലത്തിലേക്ക് can വരുമ്പോൾ speak in tongues, you can prophesy അവിടെ നമുക്ക് and you അന്യഭാഷ can talk about സംസാരിക്കാനും it പ്രവചിക്കുവാനും and you can, fight with one another. എന്നിട്ട് Who നമുക്ക് has got അങ്ങോട്ടും the better ഇങ്ങോട്ടും gift? I got the വഴക്കുണ്ടാക്കാൻ കഴിയും. better and I'm the right and you are the wrong. You see that അവിടെ realm നമുക്ക് today. വഴക്കുണ്ടാക്കാനൊക്കെ കഴിയും. ഞാൻ തെറ്റ്, നീ ശരിയെന്നൊക്കെ പറഞ്ഞു. Saints of God, अन्य भाषा बोलने वाले भी कई बार आपस में लड़ते हैं it's time for the church to move beyond the 2000, beyond that realm. എന്നാൽ ഈ 2000 ചതുരശ്ര മുഴം It's ഉള്ള time to entering to the ക്യൂബിക് മുഴമുള്ള ആ മണ്ഡലത്തെ വിട്ട് അതിവിശുദ്ധ third realm, സ്ഥലത്തേക്ക് to the കടക്കേണ്ട third realm. സമയമാണിത്. तीसरा जो ആ മൂന്നാം തിരശ്ശീലയിലൂടെ മൂന്നാം മണ്ഡലത്തിലേക്ക് Into the very കടക്കണം. presence of God. കർത്താവിന്റെ Jesus has സന്നിധിയിലേക്ക്. already made the trip as a forerunner. കർത്താവ് യേശുക്രിസ്തു മുന്നോടിയായി And അവിടെ he പ്രവേശിച്ചു is കഴിഞ്ഞു. our anchor. Amen. ही हमारा താനാണ് If you have made him the anchor, that's where you are going to move and come in. यदि आपने उसे Yes. अपना लक्ष्य बना लिया है तो वो आपको താനാണ് നമ്മുടെ നങ്കൂരം. सहायता करेगा वो And saints of God, it's തന്നെ so നമ്മുടെ sad നങ്കൂരമാക്കണം. today पर ये बात बड़ी दुख that when you look at the church realm, ഇന്ന് സഭാമണ്ഡലത്തെ the കാണുമ്പോൾ നാം 34 is കാണുന്ന happy with ദുഃഖകരമായ that. സത്യം The outer ആ court, 30 മടങ്ങ് അതിൽ The holy സംതൃപ്തമാണ്. place is busy with their പ്രാകാരത്തിന്റെ activities. മണ്ഡലത്തിൽ അവർ സംതൃപ്തരാണ്. and Holy Spirit ആറ്- baptism and speaking in 60 tongues മടങ്ങ് and the gifts അവർ- and deliverance, casting out and all kinds of things happening. അവർ വിശുദ്ധ സ്ഥലത്തിലുള്ള കാര്യങ്ങൾ സംതൃപ്തരാണ്. അവർ Then ആത്മീയ the realm വരങ്ങളിലും of, അവിടെയുള്ള ആത്മീയ worship ശുശ്രൂഷയിലൊക്കെ അവർ And സംതൃപ്തരാണ്. look around and see all kinds of worship going on. അവിടെ But I വലിയ want to tell you of ആരാധന. a truth. There's a restoration of worship that God is keen and interested in this hour. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ സമയത്ത് Yes. കർത്താവ് ഒരു ആരാധനയുടെ യഥാസ്ഥാനത്തെ ആഗ്രഹിക്കുന്നു. आराधना वो चाहता
So listen carefully, brothers and sisters. ആകയാൽ There's a വിശുദ്ധന്മാരെ worship in the ശ്രദ്ധയോടെ most കേൾക്കാം. holy place realm. അതിവിശുദ്ധ മണ്ഡലത്തിൽ ഒരു It's ആരാധനയുണ്ട്. different from the realm of the holy place and the outer court. അത് വിശുദ്ധ മന്ദിരത്തിന്റെ വിശുദ്ധ സ്ഥലത്തിന്റെ It's so മണ്ഡലത്തിലും different. പ്രാകാരത്തിലുള്ള ആരാധനയിൽ നിന്നും Because വ്യത്യസ്തമാണ്. he himself is the focus here. എന്തുകൊണ്ടെന്നാൽ ഇവിടെ വന്നിട്ട് They sing of his ആരാധനാ കേന്ദ്രം കർത്താവ് തന്നെയാണ്. They sing of his reign. അത് കർത്താവിന്റെ ജയത്തെയും കർത്താവിന്റെ വാഴ്ചയെയും കുറിക്കുന്നതാണ്. അത് യഥാസ്ഥാനപ്പെട്ട സഭ a lot കടന്നു of വരുന്ന things ഒരു will മണ്ഡലമാണ്. happen in that realm. ആ മണ്ഡലത്തിൽ പല But I want കാര്യങ്ങൾ to encourage you, സംഭവിക്കുന്നുണ്ട്. therefore, ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുവാൻ understand ആഗ്രഹിക്കുന്ന your കാര്യം calling and your election in Christ Jesus. കർത്താവിലുള്ള നിങ്ങളുടെ വിളിയെയും തെരഞ്ഞെടുപ്പിനെയും Seek നിങ്ങൾ the Lord for മനസ്സിലാക്കുക. understanding and knowledge that comes by the Holy Spirit. പരിശുദ്ധാത്മാവിൽ വരുന്ന ആ ഗ്രാഹ്യത്തെയും അറിവിനെയും നമുക്ക് അന്വേഷിക്കാം. So we see the dimensions of the ark. നാം പെട്ടകത്തിന്റെ അളവ് God gave കാണുമ്പോൾ those numbers. ആ And അളവുകളൊക്കെ we ദൈവം see നൽകി. these numbers through the scriptures in many places. ഈ സംഖ്യകളെല്ലാം നമുക്ക് വചനത്തിൽ ആകമാനം കാണുവാൻ കഴിയും. So we see number 3 we talked മൂന്ന് about. എന്ന സംഖ്യ We see the 3 decks. നാം കണ്ടതുപോലെ മൂന്ന് In the നിലയുള്ളതായിരുന്നു ark. Yes, we പെട്ടകം. talked about it. നാം അതേക്കുറിച്ച് കണ്ടു. Yes. The 3 is a number of completeness in the Bible. മൂന്ന് പൂർണ്ണതയെ കുറിക്കുന്ന സംഖ്യയാണ് സംഖ്യാശാസ്ത്ര പ്രകാരം ദൈവവചനത്തിൽ. Number 3 speaks about completeness. മൂന്ന് പൂർണ്ണതയാണ് കുറിക്കുന്നത്. It stands for that which is solid. അത് ഭദ്രമായ ഒന്നിനെയാണ് It കാണിക്കുന്നത്. stands for that which is real. അത് യഥാർത്ഥമായ ഒന്നിനെയാണ് കാണിക്കുന്നത്. അത് നിലയായ ഒന്നിനെയാണ് കാണിക്കുന്നത്. പൂർണ്ണമായ ഒന്നിനെയാണ് കാണിക്കുന്നത്. മുഴുമയുള്ള ഒന്നിനെയാണ് കാണിക്കുന്നത്. 2 straight lines cannot രണ്ട് enclose anything. രണ്ട് നേരെയുള്ള വരകൾ ഒന്നിനെയും ഒന്ന് ചേർക്കുക സാധ്യമല്ല. 2 straight lines cannot enclose anything. It's open on both sides. രണ്ട് ലൈൻ മാത്രമേ ഉള്ളെങ്കിൽ അതൊരിക്കലും It cannot enclose hold anything. അതിനെ ഒന്ന് ചേർക്കുവാൻ പറ്റത്തില്ല. It cannot complete anything. രണ്ട് വരയ്ക്ക് ഒന്നിനെയും പൂർണ്ണമാക്കുവാൻ It കഴിയില്ല. takes the 3 dimensions മൂന്ന് വര ചേർന്നെങ്കിലേ of ഒരു length, പൂർണ്ണ അളവാകും. breadth and height. നീളവും വീതിയും ഉയരവും. It takes always 3 dimensions. മൂന്ന് അളവുകൾ അതിനാവശ്യമാണ്. Length, breadth and height. നീളം വീതി To ഉയരം. form something solid. അപ്പോൾ മാത്രമേ ഭദ്രമായ ഒന്ന് നമുക്ക് ഉണ്ടാക്കുവാൻ Amen? Yes or കഴിയുള്ളൂ. no? അങ്ങനെയല്ലേ? So we see these dimensions of God. ദൈവത്തിന്റെ അളവുകൾ നമുക്ക് കാണുമ്പോൾ Number 3 talks about something substantial, solid, real, മൂന്ന് entire, ഭദ്രമായ complete. യഥാർത്ഥമായ നിലയായ ഒന്നിനെയാണ് കാണിക്കുന്നത്. Yes. The past, the present, the future make that completes time. ഭൂതം വർത്തമാനം ഭാവി ഇതാണ് സമയത്തെ പൂർണ്ണമാക്കുന്നത്. It completes the entire time. അതാണ് സമയത്തെ Past, പൂർണ്ണമാക്കുന്നത്. present and future. ഭൂതം വർത്തമാനം ഭാവി. 3 things concerning even man. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം The മൂന്ന് കാര്യമുണ്ട്. capability of man, മനുഷ്യന്റെ കഴിവ്, his thought, his word and his actions or deeds. മനുഷ്യന്റെ ചിന്തയും complete വാക്കുകളും picture of man. മനുഷ്യന്റെ പ്രവർത്തനം ഇതാണ് മനുഷ്യന്റെ പൂർണ്ണ The ചിത്രം. soul, spirit and the body. മനുഷ്യന് പ്രാണനും So we see this 3 ആത്മാവും in the ശരീരവും word is talks about completeness. മൂന്ന് എന്ന സംഖ്യ Substantial, ദൈവത്തിൽ solid. പൂർണ്ണതയെയും അതുപോലെ യാഥാർത്ഥ്യത്തെയും ഭദ്രതയുമാണ് കാണിക്കുന്നത്. Israel had 3 feasts. ഇസ്രായേലിന് Passover, 3 Pentecost and Tabernacles. പെരുന്നാളുകൾ To ഉണ്ടായിരുന്നു. complete their commitments to God and their obligations to God. സമാഗമന കൂടാര പെരുന്നാൾ, പെന്തക്കോസ്ത് പെരുന്നാൾ, പെസഹ പെരുന്നാൾ. Yes. Do you understand what I'm saying? ഞാൻ പറയുന്നത് Or you're നിങ്ങൾക്ക് wondering and മനസ്സിലാകുന്നുണ്ടോ? saying, what is this man speaking in German and French? ഈ മനുഷ്യന് എന്താണ് പറയുന്നതെന്ന് Listen അറിയാതെ നിങ്ങൾ carefully ചിന്താക്കുഴപ്പത്തിലാണോ? and ദയവിച്ച് pray ശ്രദ്ധയോടെ that God കേൾക്കുക. may help you to understand.
പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് ദൈവം നിങ്ങളെ So when സഹായിക്കുമാറാകട്ടെ. we read, we go through these three veils in the tabernacle, ഈ സമാഗമന കൂടാരത്തിൽ 3 തിരശ്ശീലകൾ നാം which is the കടന്നു complete പോകേണ്ടതുണ്ട്. number. അത് ഒരു പൂർണ്ണ സംഖ്യയാണ് കാണിക്കുന്നത്. 3 veils bringing us 3 തിരശ്ശീലകൾ और 3 जो അത് 300ലേക്ക് നമ്മളെ കൊണ്ടുവരും. वो बताते हैं परिपूर्णता of the divine 300 हाथ deliverance. और इसमें ദൈവത്തിന്റെ വിടുതലിന്റെ പൂർണ്ണ സംഖ്യയായ 300ലേക്ക് അത് നമ്മളെ കൊണ്ടുവരും. Talks about 300, 300 which അത് speaks to കാണിക്കുന്നു. us 300 about the കാണിക്കുന്നു. completeness of God's plan for His people. തന്റെ ജനങ്ങൾക്കായിട്ടുള്ള തന്റെ ഉദ്ദേശത്തിന്റെ പൂർണ്ണതയാണ് അത് കുറിക്കുന്നത്. Yes, completeness പൂർണ്ണതയാണ് അത് of കുറിക്കുന്നത്. God's plan for His people. തന്റെ ജനങ്ങൾക്കായിട്ടുള്ള ഉദ്ദേശത്തിന്റെ പൂർണ്ണത जो कि संपूर्ण रूप से And के छुटकारे and the completeness of deliverance. വിടുതലിന്റെ പൂർണ്ണത. Yes. So it is not enough to pass through the first veil. और इतना ही काफी नहीं ആദ്യ ആ തിരശ്ശീലകൾ കടന്നുകൊണ്ടായില്ല. Receive the grace of God. കർത്താവിന്റെ കൃപ പ്രാപിച്ചതുകൊണ്ട് മാത്രമായില്ല. या जरूरत है उसके अनुग्रह की And as I shared a while back, അല്പസമയം മുമ്പ് millions of പറഞ്ഞതുപോലെ people असंख्य लोग have അവിടെ experienced this ദശലക്ഷം grace of ആളുകളുണ്ട്. God in the outer court. और उन्होंने ആ പ്രാകാരത്തിൽ ദൈവകൃപ അനുഭവിച്ചവർ അനേകരാണ്. को प्राप्त किया है Yes. They were baptized, അവർ സ്നാനമേറ്റു. but they are staying on in the outer court realm. അവർ ആ പ്രാകാര മണ്ഡലത്തിൽ തങ്ങി നിൽക്കുകയാണ്. They are not able to move further on. They don't see that this salvation is a progressive salvation. ഈ രക്ഷ പുരാഗമനപരമായ ഒന്നാണെന്ന് കാണുവാൻ കഴിയുന്നില്ല. അവർക്ക് മുൻപോട്ട് പോകുവാൻ കഴിയുന്നില്ല. They are not being built by God's measurements, therefore. ആകയാൽ ദൈവത്തിന്റെ അളവുകളാൽ അവർ പണിയപ്പെടുന്നില്ല. They are coming short of God's measurements for His true house. അവൻ തന്റെ ആ യഥാർത്ഥ ഭവനത്തിനുള്ള അളവുകളെ അവരുടെ ജീവിതത്തിൽ അവർ നഷ്ടമാക്കുന്നു. के आधार पे बनाई नहीं गई Now I know that many will get upset when you talk to them about this, ഈ കാര്യത്തെ കുറിച്ച് മറ്റുള്ളവർ പറയുമ്പോൾ അവർ അസ്വസ്ഥരായി because തീരുമെന്ന് many എനിക്കറിയാം. of them are stuck there in that realm, അനേകർ ആ മണ്ഡലത്തിൽ and പിടിക്കപ്പെട്ടവരാണ്. all that they look for is to go to heaven when they die. അവർ മരിക്കുമ്പോൾ സ്വർഗത്തിൽ പോകുക എന്നൊരു പ്രത്യാശ Until മാത്രമേ then, do അവർക്കുള്ളൂ. some good things for the Lord. അതുവരെ ദൈവത്തിന് വേണ്ടി ചില നല്ല Be a കാര്യങ്ങൾ witness ചെയ്യാമെന്ന് to അവർ കരുതുന്നു. Christ. കർത്താവിന് But I want to tell you, saints, സാക്ഷിയായിരിക്കുന്നത് that is not God's eternal plan for every saved individual. അത് രക്ഷിക്കപ്പെട്ട ഓരോ വ്യക്തിക്കായിട്ടുള്ള ദൈവത്തിന്റെ നിത്യ ഉദ്ദേശമല്ല. And so we see today human organizations, അതുകൊണ്ട് തന്നെ മനുഷ്യ പ്രസ്ഥാനങ്ങൾ systems നാം of കാണുന്നു. man, മനുഷ്യന്റെ and വ്യവസ്ഥ nobody wants to come out of it അതിൽ നിന്നും Nobody വെളിയിൽ wants to ആരും come out of it. ആഗ്രഹിക്കുന്നില്ല. से बाहर नहीं आना चाहते because they think that that's it. क्योंकि वे सोचते हैं यही അതാണ് And we എന്നവർ can see some of കരുതുന്നു. our own dear people there. നമ്മുടെ But സ്വന്തക്കാരുടെ saints of God, how much we ought to be burdened for them that they are missing out the purpose of the death of Christ in their lives. കർത്താവായ യേശുക്രിസ്തു മരിച്ചതായ ഉദ്ദേശത്തെ അവരുടെ ജീവിതത്തിൽ അവർ നഷ്ടമാക്കുന്നു എന്ന് ഉള്ള ഒരു ഭാരം നമുക്ക് അവർക്ക് Yes. വേണ്ടി ഉണ്ടായിരിക്കണം. Remember, what we are talking about is something only for us. നമ്മൾ This is സംസാരിക്കുന്ന for കാര്യം every നമുക്കായിട്ട് child of God. മാത്രമുള്ളതല്ല. ഇത് ഓരോ ദൈവ പൈതലിനും വേണ്ടിയുള്ളതാണ്. Everyone who is born of Christ, ക്രിസ്തുവിനാൽ Born of the Spirit. വീണ്ടും ജനിച്ച ആത്മാവിനാൽ വീണ്ടും Born ജനിച്ച again by the ഓരോരുത്തർക്കും Spirit of വേണ്ടിയുള്ളതാണിത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ Yes. പ്രാപിച്ച we ഓരോരുത്തർക്കും come to the വേണ്ടിയുള്ളതാണ്. outer court. നാം പ്രാകാരത്തിലേക്ക് വരുന്നു. We are saved by grace at the altar. കർത്താവിന്റെ കൃപയാൽ ആ താമ്ര ബലിപീഠത്തിലാണ് നാം താമ്രയാഗപീഠത്തിലാണ് നാം രക്ഷിക്കപ്പെട്ടത്. അതുപോലെ ആ താമ്ര So there's തൊട്ടിയിലാണ് a നാം great സ്നാനം need എടുത്തത്. for God's people to move further. അതുകൊണ്ട് നാം മുൻപോട്ട് പോകേണ്ടത് ദൈവജനങ്ങൾക്ക് We need to be അനിവാര്യമാണ്. baptized, നാം but സ്നാനം we must എടുക്കണം. move on to the realm of the sanctuary or the holy place. നാം വിശുദ്ധ സ്ഥലത്തിലേക്ക് തുടർന്ന് കടന്നു പോകണം. दूसरे उस क्षेत्र के अंदर So we pass through the veil, number 2 veil, രണ്ടാം തിരശ്ശീലയിലൂടെ നാം കടന്നു and to പോകണം. see the power of the Holy Spirit, പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ നാം the gifts of പ്രാപിക്കണം. the Holy Spirit as we heard, പരിശുദ്ധാത്മാവിന്റെ വരങ്ങളെ നാം കേട്ടതുപോലെ പ്രാപിക്കണം. the precious anointing ആ which അഭിഷേകത്തെ the നാം Lord would പ്രാപിക്കണം. give to His saved people. തന്റെ രക്ഷിക്കപ്പെട്ട ദൈവങ്ങൾക്ക് ദൈവം നൽകുന്ന ആ അഭിഷേകത്തെ നാം പ്രാപിക്കണം. अभिषेक के द्वारा देता है And as we heard a while back, അല്പസമയം മുമ്പ് from നാം the time the കേട്ടതുപോലെ Holy Spirit was poured out on the church,
കർത്താവായ And the church യേശു was ക്രിസ്തു birthed on the earth. സഭയിൽ തന്റെ ആത്മാവിനെ പകർന്നതിന് ശേഷം, സഭ ജനിച്ച ശേഷം, Listen carefully. ശ്രദ്ധയോടെ The കേൾക്കുക, Holy Spirit was poured out. പരിശുദ്ധാത്മാവ് The പകരപ്പെട്ട church ശേഷം, was birthed. സഭ last 2000 ജനിച്ച years, ശേഷം, കഴിഞ്ഞ 2000 വർഷങ്ങൾ The church has been a witness, no doubt. സഭ ഒരു സാക്ഷിയായിരുന്നതിൽ സംശയമില്ല. सावन का की प्रस्तुति रही है। But എന്നാൽ listen carefully what I'm going to say. ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധയോടെ Many കേൾക്കുക. things have been done by the church. സഭയാൽ ഇന്ന് പല കാര്യങ്ങളും Many ചെയ്യപ്പെടുന്നുണ്ട്. activities. പല They have been a പ്രവൃത്തികളിലും അവർ witness. നിരതരാണ്. की गवाह है। Many അവർ things have happened through കർത്താവിന്റെ the church. സാക്ഷിയാണ്. സഭയിൽ അനേക കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. എന്നാൽ Since the time the Holy Spirit was poured out, പരിശുദ്ധാത്മാവ് പകർന്ന സമയത്ത് for the നിന്നും last ഇന്ന് വരെ, 2000 years, കഴിഞ്ഞ 2000 വർഷങ്ങൾ, the world has not yet seen ലോകം ഇതുവരെയും കണ്ടിട്ടില്ലാത്തത് the power of God's deliverance കർത്താവിന്റെ ആ വിടുതലിന്റെ over പൂർണ്ണ death and sin. ശക്തിയാണ്. മരണത്തിന്റെ മേലും പാപത്തിന്റെ മേലുമുള്ള ശക്തിയെ, വിടുതലിന്റെ ശക്തിയെ. की सामर्थ को पाप और मृत्यु के ऊपर जय होते हुए नहीं देखा। Amen. Amen. Do you agree with me? നിങ്ങൾ എന്നോട് ഇതിൽ ഒന്നാകുമോ? And you have to listen carefully to agree with me. ശ്രദ്ധയോടെ കേൾക്കുക, അപ്പോൾ മാത്രമേ listen നിങ്ങൾക്ക് എന്നോട് carefully. ഒന്നായി തീരുവാൻ കഴിയുകയുള്ളൂ. Many things have been done in the realm of the church all these years, 2000 years. സഭാമണ്ഡലത്തിൽ 2000 വർഷമായി പല കാര്യങ്ങൾ And we thank God ചെയ്യപ്പെടുന്നുണ്ട്. for that. അതിനായി ദൈവത്തെ But സ്തുതിക്കാം. one thing has not happened. എന്നാൽ ഒരു കാര്യം Remember, the സംഭവിച്ചിട്ടില്ല. death of Christ was not only to forgive us and just heal us and meet our needs and bless us, but the death of Jesus Christ was to deliver humanity from death and sin. Hallelujah. ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൽവാരി ക്രൂശിലെ മരണം, അത് വന്നിട്ട് നമ്മളെ ആ മരണത്തിന്റെയും അതുപോലെ പാപത്തിന്റെയും ശക്തിയിൽ നിന്നും പൂർണ്ണമായും വിടുവിക്കുന്നതിനായിരുന്നു. അത് ഇതുവരെയും സംഭവിച്ചിട്ടില്ല. Hallelujah. I know that some of you are doubting what I'm saying. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചിലർ സംശയിക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലാകുന്നു. You need depth to understand this. ഇത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് ആഴം ആവശ്യമാണ്. So I don't blame you for that. It may take അതിനായി നിങ്ങളെ ഞാൻ time for you കുറ്റപ്പെടുത്തുവാൻ താല്പര്യപ്പെടുന്നില്ല. ഇത് so that you മനസ്സിലാക്കാൻ can നിങ്ങൾക്ക് remove all that സമയമെടുക്കും. rubbish there. നിങ്ങളുടെ ജീവിതത്തിലുള്ള Those ആവശ്യമില്ലാത്ത sediments of the കാര്യങ്ങളെല്ലാം past, the നീക്കിക്കളയണം. history and the teachings of men and the apprehensions of your own soul realm. പഴയ Make room. കാര്യങ്ങൾ, പഴയ പഠിപ്പീര്, Make പഴയ room for the ഉപദേശം, word to come അതുപോലെ in. നിങ്ങളുടെ തന്നെ Pray ഗ്രാഹ്യം, and the അതെല്ലാം Holy Spirit will നീക്കിയെങ്കിൽ reveal to you. മാത്രമേ ദൈവം ഈ കാര്യങ്ങൾ Saints of നിങ്ങൾക്ക് God. വെളിപ്പെടുത്തുവാൻ കഴിയുകയുള്ളൂ. Do you have faith പ്രാർത്ഥിക്കുക to ദൈവ believe കാര്യങ്ങൾ നിങ്ങൾക്ക് that വെളിപ്പെടുത്തുന്നതിനായിട്ട്. the Lord will have a church that will triumph over death and sin? മരണത്തിന്മേലും പാപത്തിന്മേലും പൂർണ്ണ ജയം പ്രാപിക്കുന്ന ഒരു സഭ ദൈവത്തിനുണ്ടായിരിക്കും നിങ്ങൾ Do you വിശ്വസിക്കുന്നുണ്ടോ? believe what is written in the first Corinthians chapter 15? Oh 1 death, കൊരിന്ത്യർ where is your 15-ാം victory? അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് Do you നിങ്ങൾ believe? വിശ്വസിക്കുന്നു? മരണമേ നിന്റെ ജയം എവിടെ? Amen? Do you believe that? അതെ, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? That the Lord will have a church that will be triumphant over death and sin? മരണത്തിന്റെയും I want to tell പാപത്തിന്റെയും you, ജയം whether പ്രാപിക്കുന്ന you ഒരു believe or not, സഭ I ദൈവത്തിനുണ്ടായിരിക്കും. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ വിശ്വസിച്ചാലും I don't know whether I ഞാനത് will live to see വിശ്വസിക്കുന്നുണ്ട്. that church, but I long to be part of that church. ആ സഭയെ ഞാൻ കാണുമോ എന്ന് എനിക്ക് അറിയില്ല, എന്നാൽ ആ സഭയുടെ ഭാഗമായിരിക്കും ഞാൻ I don't ആഗ്രഹിക്കുന്നു. know whether I will see or not, चाहे मैं उसको but ആ my പൂർണ്ണത longing and my കാണുവാൻ desire, ജീവിക്കുമോ my എന്ന് life എനിക്കറിയില്ല. today is aligned to be part of that. ആ സഭയുടെ That's all I can ഭാഗമായി do. തീരുവാനാണ് എന്നെ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. അതാണ് എന്റെ And ആഗ്രഹം. बात करूं कि मैं उस बात को I hold the faith of Joseph. Remember when you go, നിങ്ങൾ അതിലേക്ക് carry my കടന്നു പോകുമ്പോൾ എന്നെ bones. I do ഓർക്കണമേ. not belong to Egypt. I belong to യോസേഫിനെ that പോലെ city, എന്റെ whose അസ്ഥികളെ builder നിങ്ങൾ and ചുമന്നിട്ട് maker പോകണമേ എന്ന് is God. പറഞ്ഞതുപോലെ നിങ്ങൾ എന്നെ That's my ഓർക്കണമേ faith. എന്നതാണ് എന്റെ പ്രാർത്ഥന. That's what അതാണ് I എന്റെ stand for. വിശ്വാസം. यूसुफ का था कि वो कहता है कि Hallelujah. मेरी हड्डियों को जब तुम अपने वाचा के Yes. प्रदेश में जाओ तो ये हड्डियां यहाँ से मिस्र से ले जाना, ऐसा विश्वास Saints of God. परमेश्वर വിശുദ്ധന്മാരെ, When your eyes are open to see the truth about God's glorious salvation, കർത്താവിന്റെ ആ മഹനീയമായ ആ രക്ഷയെ കുറിച്ചുള്ള സത്യത്തെ different. കാണുവാനായി നിങ്ങളുടെ കണ്ണ് തുറന്നു your കഴിയുമ്പോൾ perceptions are different. तो हमारी
Your നിങ്ങളുടെ thoughts are different. Your ഗ്രാഹ്യം decisions are വ്യത്യസ്തമായിരിക്കും, different. നിങ്ങളുടെ Your ചിന്ത life is വ്യത്യസ്തമായിരിക്കും, different. നിങ്ങളുടെ തീരുമാനം Your thoughts are വ്യത്യസ്തമായിരിക്കും, different. നിങ്ങളുടെ ജീവിതം Not that you are വ്യത്യസ്തമായിരിക്കും. perfected yet. നമ്മൾ പൂർണ്ണരായി എന്നുള്ളതല്ല But എന്റെ we're കാരണം, എന്നാൽ ആ പൂർണ്ണതയിലേക്ക് നാം മുൻപോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. I can assure you this, brothers and sisters. ഈ കാര്യത്തെ നിങ്ങളോട് ഉറപ്പിച്ച് പറയുവാൻ എനിക്ക് കഴിയും. So I am not tempted by many things. പല I'm not കാര്യങ്ങളും saying ഞാൻ this as പ്രലോഭിതനാണ്. a pride in my life. ഞാനതൊരു അഹങ്കാരത്തോടല്ല know ഞാൻ in my പറയുന്നത്. heart. എന്റെ ഹൃദയത്തിൽ ഒരു കാര്യം എനിക്കറിയാം. I want to remain humble therefore. ആകയാൽ താഴ്മയോടായിരിക്കാൻ with ഞാൻ all my ആഗ്രഹിക്കുന്നു. heart. എന്റെ മുഴു ഹൃദയത്തോടെ ഞാൻ Sickness, വിശ്വാസിക്കും. Affliction രോഗം and misery is found everywhere, even among God's children. Is it കഷ്ടം, not true? ഇതെല്ലാം It's a reality. You എല്ലായിടത്തും face it, I കാണുന്നുണ്ട്. face it. നിങ്ങൾ ഞാനും അതിനെ അഭിമുഖീകരിക്കുന്നുണ്ട്. Even among God's spirit-filled believers. ആത്മാ നിറവുള്ള ദൈവജനങ്ങളുടെ മധ്യത്തിൽ Who നാം have gone കാണുന്നുണ്ട്. beyond the second veil in the sanctuary of the Lord. രണ്ടാം തിരശ്ശീല കടന്ന വിശുദ്ധ സ്ഥലത്തേക്ക് കടന്നവരുടെ ജീവിതത്തിൽ നാം കാണുന്നു. People who had healing power and virtue have died. വലിയ Because of രോഗശാന്തി sickness in their own വരമുള്ളവരൊക്കെയും രോഗത്താൽ തങ്ങളുടെ ജീവിതത്തിൽ മരിച്ചു. Yes. So that 2000 realm is like that. ഈ But there 2000 is another realm unto which God മുഴമുള്ള wants ആ to bring us. മണ്ഡലം അങ്ങനെയാണ്. എന്നാൽ ദൈവം കൊണ്ടുവരാനിരിക്കുന്ന വേറൊരു മണ്ഡലമുണ്ട്, സഭയെ. A complete deliverance is awaiting the church of Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിന് ഒരു പൂർണ്ണ വിടുതല കാത്തിരിക്കുന്നുണ്ട്. Who will come into the full measurement. കർത്താവിന്റെ ആ പൂർണ്ണ You അളവിലേക്ക് know, those who would വരുന്നതിന്, come into the full measurement. ആ പൂർണ്ണതയിലേക്ക് വരുന്ന സഭയ്ക്ക്, Yes. Passing through the third veil. ആ മൂന്നാം തിരശ്ശീലയിലൂടെ കടന്നു വരുന്ന സഭയ്ക്ക്, When you pass through the third veil, ആ മൂന്നാം തിരശ്ശീലം കടന്നു you are വരുമ്പോൾ coming into the realm where God can fulfill the 300 of God's measurement. കർത്താവിന്റെ 300 എന്നുള്ള Hallelujah. അളവുകള് ദൈവം നിവർത്തിക്കുന്ന സ്ഥാനമാണ്. You understand? ഞാൻ If പറയുന്നത് you stay മനസ്സിലാവുന്നുണ്ടോ? there in the holy place, വിശുദ്ധ സ്ഥലത്തിൽ നമ്മൾ you are still നിൽക്കുകയാണെങ്കിൽ there in the 200. അത് 200 God's measurement of 300 complete deliverance is only when you go through the third veil and come into the third. നിങ്ങൾ വിശുദ്ധ സ്ഥലത്തിലായിരിക്കുമ്പോൾ 200 മുഴം മാത്രമേ നിങ്ങൾ കടന്നു വന്നിട്ടുള്ളൂ. എന്നാൽ അതിവിശുദ്ധ സ്ഥലത്ത് കടന്നു വരുമ്പോഴേ 300 മുഴം എന്ന അളവ് പൂർണ്ണമാകുകയുള്ളൂ. You come to the realm of 300 where ആ God's 300ന്റെ deliverance മണ്ഡലത്തിൽ is നമ്മൾ കടന്നു complete. വരുമ്പോൾ അവിടെ വിടുതൽ, കർത്താവിന്റെ വിടുതൽ പൂർണ്ണമാണ്. And that's what we read in the book of Romans chapter 8. അതാണ് നാം റോമാലേഖനം 8-ാം Romans അധ്യായത്തിൽ chapter 8. വായിക്കുന്നത്. റോമാലേഖനം 8-ാം അധ്യായം. Hallelujah. I want to tell you, I'm stirred up. എന്റെ ആത്മാവിൽ ഞാൻ I'm പ്രചോദിതനാണ്. stirred up in my heart. എന്റെ As ഹൃദയത്തിൽ always, ഞാൻ പ്രചോദിതനാണ്. When such a word comes into my being, ഇങ്ങനെയുള്ള ഒരു വചനം വരുമ്പോൾ എപ്പോഴും ഞാൻ പ്രചോദിതനായി തീരും. it stirs me. അതെന്നെ പ്രചോദനപ്പെടുത്തുന്ന ഒന്നാണ്. When your eyes are open to see the beauty of the Lord and His great salvation. കർത്താവിനെയും കർത്താവിന്റെ ആ വലിയ രക്ഷയും Yeah, when you കാണുമ്പോൾ read Romans chapter 8, റോമർ verse എഴുതിയ 19, this is what we റോമർക്ക് എഴുതിയ read. For the ലേഖനം earnest 8-ാം expectation അധ്യായം. of the creature waiteth for the manifestation of the sons of God. For the creature was made subject to vanity, not willingly, but by reason of him who had subjected the same in hope. Because the creature itself also shall be delivered from the bondage of corruption into the glorious liberty of the children of God. Hallelujah. Verse 22, for we know that the whole creation groaneth and travaileth in pain together until now. And not only they, but ourselves also, which are the first fruits of the Spirit, even we ourselves groan within ourselves, waiting for the adoption to wit, the redemption of our body. Amen? The redemption of our body. What does that mean? നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് അതെന്താണ് അർത്ഥമാക്കുന്നത്? Overcoming sin and death.
പാപത്തെയും മരണത്തെയും Yes. Oh, may ജയിക്കുന്നത്. God help അതാണ് അത് us. കുറിക്കുന്നത്. This is God's word. ദൈവം നമ്മളെ This സഹായിക്കുമാറാകട്ടെ. is ഇത് known as ദൈവത്തിന്റെ the വചനമാണ്. manifestation of the sons of God. As we have ഇതാണ് heard before. ദൈവപുത്രന്മാരുടെ വെളിപ്പാട് നാം അറിയുന്നത് പോലെ. This is the deliverance spoken of in the Noah's ark. നോഹയുടെ പെട്ടകത്തിൽ പറഞ്ഞിരിക്കുന്ന വിടുതൽ ഇതാണ്. Spoken of Noah's ark when God commanded it to be 300 cubits long. അത് 300 മുഴ നീളമുള്ളതായിരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ Amen. പെട്ടകം That's why we സംസാരിക്കുന്ന said a while വിടുതൽ ഇതാണ്. back, we shared 2 weeks back. അതുകൊണ്ടാണ് This കഴിഞ്ഞ ആഴ്ച measurement കേട്ടത്. speaks about the sons of God. ഈ Remember that? അളവുകൾ I repeated that ദൈവപുത്രന്മാരെ today morning also. കുറിക്കുന്നതാണെന്ന് ഞാൻ പറഞ്ഞു. ഇന്ന് രാവിലെ ഞാനത് പരാമർശിക്കുകയുണ്ടായി. Amen. It's talking about you and me. അത് നിങ്ങളെയും എന്നെയും കുറിക്കുന്നതാണ്. If you are willing to go beyond the third veil. ആ മൂന്നാം തിരശ്ശീല കടന്നു പോകാൻ നിങ്ങൾ So says of God, താല്പര്യപ്പെടുന്നുണ്ട്. it's time to make up our mind. ആകയാൽ നമ്മള് നമ്മുടെ മനസ്സിനെ ഒരുക്കേണ്ട It's സമയമാണിത്. time for us to be really, ruthless. നാം നിർദ്ദയത കാണിക്കേണ്ട സമയമാണിത്. Yes, and make room for God's word. ദൈവവചനത്തിൽ നമ്മുടെ ജീവിതത്തിൽ നാം ഇടം ഉണ്ടാക്കേണ്ട സമയമാണ്. Remain humble and remain, broken before God. That God ദൈവമുമ്പാകെ can bring understanding into our lives. താഴ്മയോടും തകർന്ന ഹൃദയത്തോടും നാം ഇരിക്കേണ്ട സമയമാണിത്. അപ്പോൾ മാത്രമേ കർത്താവിന് ഇതേക്കുറിച്ച് ഗ്രാഹ്യം So നമുക്ക് this is തരുവാൻ known as കഴിയൂ. the manifestation of the sons of God. ഇതാണ് പുത്രന്മാരുടെ വെളിപ്പാടെന്ന് This is the ദൈവത്തിൽ deliverance that പ്രതിപാദിച്ചിരിക്കുന്നത്. Noah's ark is speaking about when it talks about 300 cubits long. 300 മുഴ നീളം എന്ന് പറയുമ്പോൾ നോഹയുടെ പെട്ടകം പറയുന്നത് ഈ വലിയ വിടുതലിനെ കുറിച്ചാണ്. And I want to tell you something to encourage you. ഞാൻ നിങ്ങളെ God is പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യം building പറയട്ടെ. his house. ദൈവം തന്റെ സഭയെ He is right പണിഞ്ഞുകൊണ്ടിരിക്കുന്നു. now ഇപ്പോൾ in the process of putting the finishing touches. തന്റെ സഭയുടെ He is bringing in അവസാന those പണിയെ planks and nailing them അവസാന പലകളെ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണിത്. तख्त को वो अब जोड़ रहा है और उस पे कीलें ठोक रहा है. on the vessel of his deliverance. തന്റെ വിടുതലിന്റെ പാത്രത്തിന്റെ മേൽ His body of sons are being prepared. തന്റെ പുത്രന്മാരുടെ ആ ശരീരം And I want പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. to tell you, saints of a truth, the work will be finished. ഒരു സത്യം ഞാൻ നിങ്ങളോട് Hallelujah. പറയട്ടെ വിശുദ്ധന്മാരെ, Do you believe that? ആ പണി പൂർത്തിയാകും. Amen. Do you believe that? Amen. I don't know. I think it may. എനിക്കറിയത്തില്ല I want to അത് tell you, നടന്നേക്കും അങ്ങനെയാണ് the നിങ്ങൾ work will പറയുന്നത്. be finished. തീർച്ചയായിട്ടും ആ പണി പൂർത്തിയാകും. Yes. The work will be finished. തീർച്ചയായും ആ പണി പൂർത്തിയാകും. The work will be finished. ആ പണി പൂർത്തിയാകും. And I want to tell you another thing. ഒരു കാര്യം കൂടെ ഞാൻ God's പറയട്ടെ. judgments will not come until the ark of God is ready. ദൈവത്തിന്റെ പെട്ടകം Hallelujah. തയ്യാറാകുവോളം ന്യായവിധി വരത്തില്ല. Yes. Today there are many who are getting ready with their bags ready and sitting to ഇന്ന് go. അനേകര് തങ്ങളുടെ ബാഗ് ഒക്കെ റെഡിയായിട്ട് പോകാൻ Any തയ്യാറായിട്ടിരിക്കുന്നുണ്ട്. moment to pick the bag and go. ബാഗ് എടുത്തോണ്ട് they പെട്ടെന്ന് have a free പോകാൻ വേണ്ടി ticket അവർ to go. കാത്തിരിക്കുന്നുണ്ട്. അവർക്ക് പോകാൻ ഒരു ഫ്രീ ടിക്കറ്റ് ഉണ്ട്. I want to tell you, saints, it cannot ക്രിസ്ത്യന്മാർ happen. ഞാൻ നിങ്ങളോട് പറയട്ടെ, അതങ്ങനെ സംഭവിക്കുകയില്ല. The vessel has to be ready before the judgments. ന്യായവിധിക്ക് മുമ്പ് ആ പാത്രം തയ്യാറായ മതിയാകും. Until the ark is ready. പെട്ടകം People are looking into തയ്യാറാകുമ്പോൾ the Middle East, people are looking into Russia, people are looking into that country, and they're looking into the nuclear war, and they're looking, and everybody is speculating. I want to tell you, they are looking at everything else but the church. वो सब चीजें देख रहे हैं जो മധ്യപൂർവ്വ ദേശത്തിലേക്കൊക്കെ അനേകം നോക്കുന്നുണ്ട്. There are ഇസ്രായേലിൽ so many നോക്കുന്നുണ്ട്, മറ്റ് prophets and ജാതികളിൽ apostles റഷ്യയിൽ today എന്ത് in Christian സംഭവിക്കുന്നതിനെ realm കുറിച്ചൊക്കെ talking about നോക്കുന്നുണ്ട്. what's happening in the Middle അനേക East. There's going to be അപ്പോസ്തലന്മാരും there, it's going പ്രവാചകന്മാരും to ഇതേക്കുറിച്ചൊക്കെ be, how it's going to പറയുന്നുണ്ട്. be, and all kind of speculations are written, filled today. मातापच्ची कर रहे हैं. ഇന്ന് അവർക്ക് എന്താണ് They സംഭവിക്കുന്നത്, don't talk അവിടെയാണ് one സംഭവിക്കുന്നത് word അവർ about the പറയുന്നുണ്ട്. എന്നാൽ സഭയെ കുറിച്ച് ഒരു വാക്ക് പോലും അവർ പറയാറില്ല. Is it not blindness? അത് അന്ധതയല്ലേ? Some of our own people are talking about what's happening in the Middle East.
നമ്മിൽ തന്നെ ചിലര് ഈ മധ്യപൂർവ്വ ദേശത്തിലെ ഗാസയിലൊക്കെ നടക്കുന്ന കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. कौन किसके साथ जुड़ रहा है? ആരാരോടാണ് യോജിക്കാൻ Align പോകുന്നത്? with anybody, I am looking at the church. ആരാരോട് I'm ചോദിച്ചാൽ looking at എനിക്ക് the പ്രശ്നം, vessel of ഞാൻ God. കർത്താവിന്റെ പാത്രമായ സഭയാണ് നോക്കുന്നത്. Until the അതെയാണ് ഞാൻ vessel is നോക്കിക്കൊണ്ടിരിക്കുന്നത്. completed, judgments will not come. ആ പാത്രം തയ്യാറാകുവോളം ദൈവത്തിന്റെ ന്യായവിധി വരത്തില്ല. You know, I feel sad for some of us. നമ്മിൽ ചിലരെ After കുറിച്ച് എനിക്ക് hearing വളരെ so much of ദുഃഖമുണ്ട്. the word, thinking about Middle East. ഇത്രത്തോളം about, വചനം കേട്ട ശേഷം somebody മധ്യപൂർവ്വ said, ദേശത്തിൽ somebody സംഭവിക്കുന്നതിലാണ് prophesied, let it be any അവരുടെ great man. If he എന്താ contradicts the മനുഷ്യൻ, word of എത്ര വലിയ God, മനുഷ്യൻ എന്ത് പറഞ്ഞാലും അത് then ദൈവവചനത്തിന് don't listen to that വിരുദ്ധമാണെങ്കിൽ man. ആ മനുഷ്യനെ നാം കേൾക്കരുത്. With all the respect I'm telling you, ഞാൻ जो कि परमेश्वर തികച്ചും ബഹുമാനത്തോടാണ് he ഇത് doesn't പറയുന്നത്. have a light on the things that God has spoken about the end times. ഈ അന്ത്യകാലത്തെ കുറിച്ച് Don't take ദൈവം those things. സംസാരിച്ച കാര്യങ്ങളെ കുറിച്ച് You will be വെളിച്ചം ആ confused വ്യക്തിയില്ലെങ്കിൽ in your life. And your light അവരെ will നാം become കേൾക്കരുത്. dim. That's അത് what is നിങ്ങൾ going to കേട്ടാൽ happen to you. നമ്മുടെ വെളിച്ചം ഇരുട്ടായി മാറും, Yes. May God help us. മന്ദമായി മാറും. ദൈവം So നമ്മളെ I want to tell you സഹായിക്കുമാറാകട്ടെ. that the work will be finished. ഈ പണി The പൂർത്തിയാകുമെന്ന് ഞാൻ നിങ്ങളോട് judgment will not പറയുന്നു. come until the ark of God is ready, which is ഈ the church. പെട്ടകത്തിന്റെ പണി പൂർത്തിയാകുവോളം ന്യായവിധി And I വരികയില്ല. would like to say it is very near. അത് വളരെ The dark സമീപിച്ചിരിക്കുന്നു ഞാൻ clouds നിങ്ങളോട് are പറയട്ടെ. gathering on the horizon. നമ്മൾ And you കാണുമ്പോൾ look at the world ചക്രവാളത്തിൽ today. ഇരുണ്ട മേഘങ്ങൾ ഉയർന്നു വരുന്നത് You know, നാം when you look കാണുന്നു. at the world today, ലോകത്തെ നാം look കാണുമ്പോൾ at the immorality, ലോകത്തിലുള്ള look at അധാർമികത the കാണുക, evil, all ദുഷ്ടതയെ that is കാണുക, happening. ലോകത്തിൽ Clouds are സംഭവിക്കുന്നതെല്ലാം കാണുക. gathering on the horizon. ഇരുണ്ട മേഘങ്ങൾ ചക്രവാളത്തിൽ thunder rolls. ഉയർന്നുകൊണ്ടിരിക്കുന്നു, The ഇടി lightning flashes. വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മിന്നൽ നമുക്ക് കാണുവാൻ കഴിയും. But I want to tell you one thing. എന്നാൽ ഒരു കാര്യം ഞാൻ All നിങ്ങളോട് things പറയട്ടെ, that happen, ഇത് സംഭവിക്കുന്നതെല്ലാം കാണുമ്പോൾ ഭയപ്പെടരുത്. be part of what God is doing. കർത്താവ് ചെയ്യുന്ന കാര്യത്തിന്റെ Be ഭാഗമായിരിക്കും. part of God's greatest number. കർത്താവിന്റെ ആ വലിയ സംഖ്യയുടെ ഭാഗമായിരിക്കുക. You know, see, be part of God's great 300. കർത്താവിന്റെ ആ വലിയ 300 എന്ന സംഖ്യയുടെ ഭാഗമായിരിക്കുക. God's 300 in this final hour. ഈ അന്ത്യസമയത്ത് In this അതിന്റെ final ഭാഗമായിരിക്കുക. hour, in the battle against sin and death. പാപത്തോടും മരണത്തോടുമുള്ള ഈ പോരാട്ടത്തിന്റെ In this അന്ത്യഘട്ടത്തിൽ final day and hour of, battle against the powers of darkness. ശത്രുവിന്റെ സേനയോടുള്ള യുദ്ധത്തിന്റെ അവസാന സമയത്തില് Who has the key to all this? ഇതിന്റെ എല്ലാം താക്കോൽ ആരുടെ കയ്യിലാണ്? ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ, God is going to give the church that victory. സഭയുടെ കയ്യിലാണ് ദൈവം ആ വിജയത്തെ കൊടുക്കുവാൻ പോകുന്നത്. സഭ സകല ശത്രുക്കളെയും തന്നെ കാൽ കീഴാക്കും. Yes. One of the reasons ഒരു കാരണം why many believers are missing out. വിശ്വാസികൾ അനേക കാര്യങ്ങൾ Missing out നഷ്ടമാക്കുന്നതിന്റെ this കാരണം great plan of God in their lives. ഈ ദൈവത്തിന്റെ വലിയ ഉദ്ദേശം അവരുടെ ജീവിതത്തിൽ നഷ്ടമാക്കുന്നതിന്റെ കാരണം Why? Why many believers? അനേക വിശ്വാസികൾ Genuinely തങ്ങളുടെ born ജീവിതം again. നഷ്ടമാക്കുന്നതിന്റെ കാരണം എന്താണ്? Genuinely born again. അവർ വന്നിട്ട് ജനുവിനായി വീണ്ടും ജനിച്ചവരാണ്, Baptized. യഥാർത്ഥത്തിൽ വീണ്ടും Filled with ജനിച്ച് the Holy സ്നാനമേറ്റവരാണ്, Spirit as well. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരുമാണ്. Why are they missing out this? അവർ എന്തുകൊണ്ടാണ് ഇതിനെ അവരുടെ ജീവിതത്തിൽ നഷ്ടമാക്കുന്നത്? God's great plan for His church. സഭയ്ക്കായിട്ടുള്ള ദൈവിക And ഉദ്ദേശത്തെ, great plan for the church in these end times. ഈ അന്ത്യകാലത്ത് സഭയ്ക്കായുള്ള ഉദ്ദേശത്തെ അവർ It നഷ്ടമാക്കുന്നത് is their എന്തുകൊണ്ടാണ്? allegiance to their sectarian denomination. അതിന്റെ കാരണം അവർ തങ്ങളുടെ ആ പ്രസ്ഥാനത്തോടുള്ള കടപ്പാടിലായിരിക്കുന്നത് കൊണ്ടാണ്. Yes. The call is going forth. ദൈവത്തിന്റെ വിളി ഇന്ന് What is the call going forth? വിളി Come ഇന്ന് out of her, കേട്ടുകൊണ്ടിരിക്കുകയാണ്. my people. അവളെ വിട്ട് വെളിയെ വരുവീൻ എന്നതാണ് ദൈവത്തിന്റെ ശബ്ദം. Yes, come out of her, my people. അവളെ As we വിട്ട് read വെളിയെ in the വരുവീൻ. book of Revelation chapter 18. വെളിപ്പാട് പുസ്തകം 18 Come out of അധ്യായത്തിൽ her, കുറിച്ച് my വായിക്കും. people. അവളെ വിട്ട് Let me വെളിയെ just വരുവീൻ read that for ജനമേ. us, for the several who are young here. പുതിയ പലർക്കായിട്ട് ഞാനത് വായിക്കുവാൻ താല്പര്യപ്പെടുന്നു. Verse 4, chapter 18 and verse 4.
I heard another പതിനെട്ടാം voice അധ്യായം from നാലാം heaven വാക്യം. saying, Come out over my people, that ye be not partakers of her sins, that ye receive not her place. और फिर मैंने स्वर्ग വേറൊരു ശബ്ദം സ്വർഗത്തിൽ നിന്ന് പറയുന്നത് ഞാൻ കേട്ടത്, എന്റെ ജനമായുള്ളവരെ അവളുടെ പാപങ്ങൾ കൂട്ടാളികളാകാതെയും അവളുടെ ബാധകളുടെ ഓഹരിക്കാരാകാതെയും ഇരിപ്പാൻ അവളെ വിട്ടുപോരുവീൻ. I'm not going to be long today. നീണ്ട സമയം എടുക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. Very short. പെട്ടെന്ന് അവസാനിപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നു. Listen carefully, therefore. ശ്രദ്ധയോടെ കേൾക്കുക. So the call that is going forth is, Come out of her, my people. അവളെ വിട്ട് വെളിയെ വരുവീൻ എന്നുള്ള ഒരു വിളിയാണ് കേൾക്കുന്നത്. उसमें से तो बाहर निकल आओ। Yes. But എന്നാൽ they do not want to come out. അവർ അതിൽ നിന്ന് വെളിയെ വരുവാൻ ആഗ്രഹിക്കുന്നില്ല. They're like Jonathan. അവർ യോനാഥാനെ പോലെയാണ്. Jonathan, who knew about David, യോനാഥാന് ദാവീദിനെ പറ്റി അറിയാമായിരുന്നു. knew that David is the king. ദാവീദ് രാജാവാണെന്ന് അവൻ അറിയാമായിരുന്നു. He had even a revelation. അതേക്കുറിച്ച് അവനൊരു വെളിപ്പാടുണ്ടായിരുന്നു. And he said to David, ദാവീദിനോട് when അവൻ you sit പറയുകയും in the ചെയ്തു, kingdom, നീ രാജ്യത്തിൽ രാജാവായി തീരുമ്പോൾ next to you. ഞാൻ നിന്റെ കൂടെ രാജാവ് നിന്റെ അടുത്ത സ്ഥാനത്തായിരിക്കും. But it's there. ദൈവവചനത്തിൽ വളരെ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. And സമയമെടുത്തത് if it's not കണ്ടുപിടിക്കുക. there, meet me. നിങ്ങൾക്ക് Please do കാണാൻ that കഴിഞ്ഞില്ലെങ്കിൽ without എന്നോട് fail. പറയുക. इसे कृपया आप देखें। So it's there. He ദൈവവചനത്തിൽ said, അതുണ്ട്. I will be there next to you. നിനക്ക് അടുത്തവനായിരിക്കും ഞാനെന്ന് അവൻ പറഞ്ഞു. And the reality is, David came into the kingdom, യാഥാർത്ഥ്യം എന്താണെന്ന് He was വെച്ചാൽ anointed as ദാവീദ് king. രാജാവായി അവൻ രാജാവായി but Jonathan അഭിഷേകിച്ചു. wasn't there. എന്നാൽ യോനാഥാൻ അവിടെ വന്നില്ല. എന്തുകൊണ്ടാണ്? His unwillingness, his allegiance to his father's house. അവന്റെ പിതാവിന്റെ വീടിനോട് ഉണ്ടായിരുന്ന കടപ്പാടായിരുന്നു അതിന്റെ കാരണം. Yes. അത് കാരണം അവൻ വെളിയെ വന്നില്ല. He loved his house. അവന്റെ പിതാവിന്റെ He വീടിനെ loved അവൻ that സ്നേഹിച്ചു. environment. ആ Now, this is പരിസ്ഥിതി the അവൻ problem with ഇഷ്ടപ്പെട്ടു. many ഇന്ന് who are അനേകരുടെ in the പ്രശ്നം outer അതാണ്. court and in the holy place. ഇന്ന് വിശുദ്ധ Their സ്ഥലത്തിലും church, അതുപോലെ their പ്രാകാരത്തിലുള്ള procedure, അനേകരുടെ the സ്ഥിതിയിലാണ്. position they have, അവരുടെ സഭ, അവരുടെ സഭയിലുള്ള ministry പദവി, they അവരുടെ have, സഭയിലുള്ള ശുശ്രൂഷ, the ഇതെല്ലാം name അവർ they have, സംതൃപ്തരാണ്. അവർ the സഭയിലുള്ള status they have. പേര്, അവരുടെ അന്തസ്, They cannot. അതിലെല്ലാം അവർ സംതൃപ്തരാണ്. बल्कि उसकी कीमत क्या है? അതുകൊണ്ട് അവർ അതിൽ കടന്നു വരിക സാധ്യമല്ല. That doesn't mean because we are in GSF we are all safe. क्योंकि हम Don't ഗുഡ് be സമാരിറ്റൻ deceived. ഫെലോഷിപ്പിലായതുകൊണ്ട് നാം എല്ലാവരും രക്ഷിക്കപ്പെട്ടു നാം കരുതരുത്. Listen carefully to God's word. ശ്രദ്ധയോടെ കേൾക്കുക. Unwillingness to leave. Some of us വിട്ടുപോരുവാനുള്ള have difficulty മടി. leaving even the natural father's house. സ്വാഭാവിക പിതാവിന്റെ വീട് വിട്ടുപോരുവാൻ തന്നെ I've seen അവർക്ക് some of us മനസ്സില്ല. struggling about it. ഈ കാര്യത്തിൽ അനേകർ പോരാടുന്നത് ഞാൻ കാണുന്നുണ്ട്. We all go through. I've gone through that in my life. ഞാൻ അതിലൂടെ കടന്നു പോയിട്ടുണ്ട്. നാം എല്ലാവരും Some അതിലൂടെ of you കടന്നു have gone പോകുന്നുണ്ട്. through. You are victorious. You have taken a stand for the Lord, and നിങ്ങളിൽ ചിലർ അതിലൂടെ Some of us കടന്നുപോയി are അതിൽ still വിജയിച്ചു. മറ്റു so you ചിലർ are here അതിൽ for many years. You have been ഇനിയും baptized and baptized in the Holy Spirit, പോരാടുന്നുണ്ട്. but somewhere in the heart, the Father's house is still precious. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിശ്യം പ്രാപിച്ചവരാണെങ്കിൽ തന്നെ Don't be upset പിതാവിന്റെ with വീടിനെ me. വിട്ടുപോരുന്നതിൽ നിങ്ങൾ പോരാട്ടമുള്ളവരാണ്. Human obligation, respect, and many things will go on that direction. ഇത് കേട്ട് അസ്വസ്ഥരാകരുത്. മനുഷ്യനോടുള്ള കടപ്പാട് അതുപോലെ മറ്റ് പല കാര്യങ്ങളും കണ്ട് തടസ്സമായി Oh, മാറും. Brother Joy, you are such a hard man. I cannot be so hard like you. സഹോദരൻ ജോയ്, നിങ്ങളൊരു കഠിന മനുഷ്യനാണ്. നിങ്ങളെ പോലെ കഠിന ഒരു മനുഷ്യനായി തീരുവാൻ എനിക്ക് I want കഴിയില്ലെന്ന് to നിങ്ങൾ tell പറയരുത്. you, every overcomer will have to be ruthless. ഒരു കാര്യം ഓർക്കണം, വിജയിയായ He ഓരോ has to be മനുഷ്യനും like David. നിർദ്ദയനായിരിക്കും. Are you with me? We ഞാൻ cannot പറയുന്നത് നിങ്ങൾ soften കേൾക്കുന്നുണ്ടോ? with the systems of men saying that is also good. God is also there. Yeah, who said God is not there? ദൈവം നല്ലവണ്ണാണ്, ദൈവം അവിടെ ഉണ്ട് എന്ന് പറയുന്ന പലരുണ്ട്. അങ്ങനെ ഇല്ലെന്ന് ആര് പറഞ്ഞു? Yes, outer court grace is there. Holy place, the Holy Spirit is there. പ്രാകാരത്തിലെ കൃപയുണ്ട്, അതുപോലെ വിശുദ്ധ സ്ഥലത്തിലെ Nobody is പരിശുദ്ധാത്മാവുണ്ട്. denying it. അതിനെ ആരും But that vessel cannot be അവഗണിക്കുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ പൂർണ്ണവട്ടത്തിൽ ആ പാത്രം ഉപയോഗിക്കാൻ സാധ്യമല്ല. It doesn't measure to God's measurements. അത് ദൈവത്തിന്റെ പൂർണ്ണ അളവുള്ള ഒരു പാത്രമല്ല. So, saints of God,
The word of the വിശുദ്ധന്മാരെ Lord in this hour is to even some of us here is to come out of her. Somewhere that harlot system is still within us. നമ്മൾ ചിലരുള്ള ദൈവത്തിന്റെ വചനം ഇതാണ്, ആ Yes. ആ വേശ്യ That വ്യവസ്ഥയോട് നിങ്ങൾ denomination, വെളിയെ the വരിക. sectarianism, the things which is of the thing that is of man. ആ മനുഷ്യന്റെ പ്രസ്ഥാനങ്ങൾ നിങ്ങൾ വെളിയെ വരണം, അതിലുള്ള കടപ്പാടുകൾ നിങ്ങൾ വെളിയെ വരണം. Sectarianism, വിശുദ്ധന്മാരെ ശ്രദ്ധയോടെ കേൾക്കണം. denominationism, ആ പ്രസ്ഥാനങ്ങൾ വ്യവസ്ഥയിൽ നിങ്ങൾ വെളിയെ വരണം. that which God is building. ആ പ്രസ്ഥാനത്തിന് വ്യവസ്ഥിതിക്കാൻ ദൈവം പണിയുന്ന കാര്യങ്ങളുടെ ഭാഗമായിരിക്കുവാൻ കഴിയുകയില്ല. Has no part in the ark of his deliverance. തന്റെ വിടുതലിന്റെ പാത്രത്തിൽ അവർക്ക് സ്ഥാനമുണ്ടായിരിക്കുകയില്ല. Will have no part in the 300. ആ 300ന്റെ ഭാഗമായിരിക്കുവാൻ അവർക്ക് കഴിയുകയില്ല. Will have no part in the 300. ആ 300ന്റെ ഭാഗമായിരിക്കാൻ അവർക്ക് കഴിയുകയില്ല. Thousands will send away. You remember that story? ആയിരക്കണക്കിന് ആൾക്കാർ മടക്കി അയക്കപ്പെട്ടു. അത് ഓർക്കുന്നില്ലേ? Even the 9,700 were also sent away. 9,700 പേരും മടക്കി അയക്കപ്പെട്ടു. They cannot be part of God's 300. അവർക്ക് ആ 300 പേരുടെ പങ്കായിരിക്കുക സാധ്യമല്ല, ദൈവത്തിന്റെ 300 പേരുടെ. For God will have one body in Christ. കർത്താവിന് ഒരു ശരീരം ഉണ്ടായിരിക്കും. As the army of Gideon and as the army of Joel, I want to tell you and I want to encourage you. നാം കേട്ടതുപോലെ യോവേലിലുള്ള ആ സേനയെ പോലെ Before I close, അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് I want to encourage you. Otherwise, you will come after me after the message. നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. I want to encourage you. Really, I want to encourage you. നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാൻ Brothers and ആഗ്രഹിക്കുന്നു. sisters, പ്രിയ സഹോദര സഹോദരി, sincere brothers and sisters, ആ, they are finding their സത്യസന്ധരായ place in that great സഹോദരന്മാരും body. സഹോദരിമാരും ആ വലിയ കർത്താവിന്റെ ശരീരമായ ഭാഗമായ സഭയിൽ തങ്ങളുടെ സ്ഥാനം They're finding കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. their place in that great body of Christ that ആ God is building. മഹത്തായ കർത്താവായ യേശുക്രിസ്തുവിന്റെ കർത്താവ് പണിയുന്ന ആ ശരീരത്തിന്റെ And ഒരു that's why you are ഭാഗമായി part of കൊണ്ടിരിക്കുകയാണ്. this body. അതുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് ഈ You are part of this ശരീരത്തിന്റെ body to be part of ഭാഗമായിരിക്കുന്നത്. that great body that God is building on the earth. കർത്താവ് ഈ ഭൂമിയിൽ പണിയുന്ന വലിയ മഹത്തായ ശരീരത്തിന്റെ ഭാഗമായി തീരുന്നതാണ് ഈ ശരീരത്തിൽ നിങ്ങളായിരിക്കുന്നത്. I want to encourage you. ഞാൻ നിങ്ങളെ So പ്രോത്സാഹിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. many sincere brothers and sisters are finding their place in this great body that God is building now. ദൈവം ഇപ്പോൾ പണിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ശരീരത്തിൽ അനേകർ തങ്ങളുടെ സ്ഥാനം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. They are being built together. അവർ ഒന്നിച്ച് ചേർത്ത് പണിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. They are being built together. അവർ ഒന്നിച്ച് ചേർത്ത് പണിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. They realize the dreadfulness of the need. ആ ആവശ്യത്തിന്റെ ഭയാനകത അവർ The മനസ്സിലാക്കുന്നു. dreadfulness of the need to be part of such a body. അങ്ങനെയുള്ള ഒരു ശരീരത്തിന്റെ which are coming. ഭാഗമായിരിക്കുന്ന ഭയാനകമായ ആവശ്യത്തെ അവർ മനസ്സിലാക്കും. No. They see the dreadfulness of things which are coming. Therefore, they are giving themselves to be built into a body. ഭയാനകമായ Yes. കാര്യങ്ങൾ വരുന്നതെ അവർ കണ്ടിട്ട് Yes. ഈ നാളുകളിൽ അവർ കർത്താവിന്റെ ശരീരമായ സഭയെ പണിയുന്നതിനായി തങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. Yes. And they also see, on the other hand, the importance of their salvation and their call. മറുഭാഗത്ത് അവർ തങ്ങളുടെ വിളിയുടെയും തങ്ങളുടെ രക്ഷയുടെയും വലിയ പ്രാധാന്യത What are they കാണും. therefore doing? ആകയാൽ അവർ They എന്താണ് are അതുകൊണ്ട് ചെയ്യുന്നത്? laying aside everything of the soul man. അതുകൊണ്ട് ആ പ്രാണ മനുഷ്യന്റെ എല്ലാറ്റിനെയും അവർ തങ്ങളുടെ ജീവിതത്തിൽ The things ഉപേക്ഷിച്ചുകൊണ്ടിരിക്കും. of the self. ആ സ്വയത്തിന്റെ എല്ലാ കാര്യങ്ങളെയും അവർ തങ്ങളുടെ Their ജീവിതത്തിൽ own നീക്കിക്കൊണ്ടിരിക്കുകയാണ്. opinions and ideas, തങ്ങളുടെ സ്വന്തം അഭിപ്രായങ്ങളെ, desires, ആശയങ്ങളെ, ആഗ്രഹങ്ങളെ എല്ലാം choices. തങ്ങളുടെ They are allowing the cross to തിരഞ്ഞെടുപ്പുകളെല്ലാം work in their lives. ക്രൂശ് തങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാനായി തങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. Yes. And separating themselves. തങ്ങളെ തന്നെ അവർ വേർതിരിച്ചുകൊണ്ടിരിക്കുകയാണ്. And they're coming together അവർ ഒന്നിച്ചുകൂടി വരും. in the unity of the Spirit.
ആത്മാവിന്റെ ഐക്യത്തിൽ Cross working in their lives. ക്രൂശ് അവരുടെ ജീവിതത്തിൽ And I want to പ്രവർത്തിക്കും. tell you, that's a beautiful sight. और ये अपने आप में एक അതൊരു മഹനീയമായ Where കാഴ്ച brothers and തന്നെയാണ്. sisters are willing to yield themselves, separating themselves കർത്താവ് from the things of the flesh. കർത്താവായ and the യേശു soul. ക്രിസ്തു സഹോദരി സഹോദരന്മാർ ചേർന്ന് ഒന്നായി പണിയപ്പെടുന്നതിന് ക്രിസ്തുവിന്റെ അനുസരണത്തിൽ തങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുന്നതിന് Yes. And I want to tell you something. ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ അവസാനമായിട്ട്. Let nothing keep you, പ്രിയരെ, യാതൊന്നും നിങ്ങളെ ഈ കാര്യങ്ങളിൽ നിന്നും ദൂരത്ത് this വയ്ക്കരുത്. body that ഈ the Lord is building. കർത്താവ് പണിയുന്ന ഈ ശരീരമായ സഭയിൽ നിങ്ങളെ ഒന്നും ദൂരത്താക്കരുത്. हमको अलग ना करे. That's what I want to appeal to you. അതാണ് ഞാൻ നിങ്ങളോട് That's what അപേക്ഷിക്കുന്നത്. I'm praying for you. അതാണ് ഞാൻ നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നത്. Let nothing keep us away from that great company of God's 300 that God is preparing. ദൈവം ഈ നാളുകൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ആ 300 പേരുടെ കൂട്ടത്തിൽ നിന്നും യാതൊന്നും നിങ്ങളെ അകറ്റിക്കളയരുത്. അതാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. Let us give ourselves to the Spirit of God. ആകയാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. Yes. That we will be part of that company ताकि हम ആ സമൂഹത്തിന്റെ ഒരു ഭാഗമായിരിക്കുന്നത് that God would use in these end times. ഈ അന്ത്യനാളിൽ താൻ ഉപയോഗിക്കുന്ന ആ A church that's സമൂഹത്തിന്റെ not just a witness, but a church that will deliver humanity from sin and death. ഒരു സാക്ഷിയായിരിക്കുന്ന സഭ മാത്രമല്ല, Yes. ഈ മാനവരാശിയെ മരണത്തിന്റെയും അതുപോലെ പാപത്തിന്റെയും അടിമത്തിൽ നിന്നും വിടുവിക്കുന്ന ഒരു Lord, സഭ. help us. May God ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഇത് ദൈവം നമുക്ക് വെളിപ്പെടുത്തുമാറാകട്ടെ. ദൈവം നമുക്ക് ഇതേക്കുറിച്ച് ഗ്രാഹ്യം നൽകുമാറാകട്ടെ. be ruthless in your own heart ആകയാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിർദ്ദയരായിരിക്കും. and remove those things ദൈവത്തിന് വിരോധമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിർദ്ദയതോടെ that be നീക്കിക്കളയും. death in us. നമ്മൾ ആഴമുണ്ടായിരിക്കണം. Yes. And pray to God. ദൈവത്തോട് നമുക്ക് Remain പ്രാർത്ഥിക്കാം. humble and broken. ദൈവങ്ങളുടെ താഴ്മയോടും ഹൃദയ A തകർച്ചയോടും simple touch നമുക്കായിരിക്കും. of the Holy Spirit we are willing to give in. ദൈവത്തിന്റെ ചെറു സ്പർശനത്തിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നവരായി നമുക്ക് മാറാം. And I want to tell you, such people are finding their place in this great body, the great ark of God's 300 that God is building. അങ്ങനെയുള്ളവർ കർത്താവ് പണിയുന്ന തന്റെ ഈ 300 Yes. 300 എന്ന സംഖ്യനുസൃതമായി പണിയുന്ന ഈ മഹനീയമായ പാത്രത്തിന്റെ Yes or no? ഭാഗമായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. At തങ്ങളുടെ least ഇടം tell me that കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. towards the end. നിങ്ങൾ ഉത്സാഹിതരല്ലേ? ठीक है, लेकिन अंत में तो praise God, amen. Amen. Let's all pray to God. നമുക്ക് പ്രാർത്ഥിക്കാം. Yes, let's have depth. So when you come back, you have something to നമ്മൾ say. Yes, ആഴമുണ്ടായിരിക്കട്ടെ. there's something that is gone driven deeper into my life. The roots have gone in. നാം വീണ്ടും കൂടി വരുമ്പോൾ എന്റെ ആഴത്തിലെ കാര്യങ്ങൾ പതിഞ്ഞു എന്ന ഒരു There's sprouting ഒരു out of ഒരു this ഒരു truth in my life. ഒരു ബോധത്തോടെ നമുക്ക് തിരിച്ചു വരാം. ദൈവസന്നിധിയിൽ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. Thank you, Lord Jesus. Hallelujah, Lord. Shall we all pray together? Thank you, Lord Jesus. Shall we all raise up our voices? If you are stirred, strengthened, encouraged, let there be a prayer on your lips. Lord, I want to make enough room for your word that you are able to reveal this word unto me, Lord Jesus. Hallelujah, Lord Jesus. Thank you, Lord Jesus. Hallelujah, Lord Jesus. Thank you, Jesus. Thank you, Lord. God's 300 is a great reality in these end times. Are people who will measure those measurements. Hallelujah. Will pass through the third veil. Hallelujah. Will come into that realm. Thank you, Lord Jesus. Thank you, Lord Jesus. Hallelujah, Lord Jesus. Thank you, Jesus.
is dwelling in His Son. We are the temple of our God, Christ Himself, the cornerstone. This is the mystery. Unto man it was not known, but in Christ and in us, now revealed unto His Son by the Spirit, Lord, and the habitation is dwelling in His Son. We are the temple of our God, Christ Himself, the cornerstone. Christ Himself, the cornerstone. This is the mystery. Unto man it was not known, but in Christ and in us, now revealed unto His own by the Spirit, Lord, and an habitation is dwelling in His Son. We are the temple of our God, Christ Himself, the cornerstone. This is the mystery. Unto man it was not known, but in Christ and in us, now revealed unto His own by the Spirit, Lord, and an habitation is dwelling in His Son. We are the temple of our God, Christ Himself, the cornerstone. Christ Himself, the cornerstone. Hallelujah. Thank you, Jesus. Tell your praise God. Bless you. Bless you. Lord, reveal this to me, Lord. Reveal your word, Lord. I want to make enough room for your word, God, Lord. I want to be ruthless about things which are there in my life, Lord. I want to make room, God. I want to have depth, God. I want to remain humble and broken, God. Single-hearted towards you, Lord Jesus. That understanding will come. Understanding will dawn upon me by your Spirit of God. Thank you, Jesus. And I want to tell you, saints, for surely God will do that work. This is God's word, not imagination of man, not the things of man.
God's word. We lack many things. We do not know all the details, but we know the work will be finished. Hallelujah. The work will be finished. Will be completed. And then the judgments will begin. God's instrument for His judgment must be ready by then. The world is yet to see a church that is triumphant over sin and death, over all the powers of darkness. For we have an anchor within the veil. The assurance is the one who is sitting there, waiting for the sons of God to come in there. The forerunner ever waiting for everyone who is running to arrive that destiny. I want to tell you, the theology of man will crumble down, will fail to protect and preserve humanity. But God's vessel will. Hallelujah. That is God's word. That is God's word, saints of God. We need to seek the Lord and ask the Lord, Lord, open thou my spiritual. Years I've been in this house, Lord. I'm still uncertain about many things. Not a matter of knowledge, but a matter of light. What you need is light. What you need is light. What you need is understanding. And God is ever willing. But be willing to accept it. Let a brokenness be your condition within. Not just emotional. Well, emotions are there. I'm not nullifying it. But it's there. But brokenness is a willingness within for changes. The word comes, the finger of the Father comes, it's broken there. No more place for the past things to remain. That's true brokenness. Humility to accept. Oh, may God help us. Remain single, saints of God, in these days, as Noah was in his heart. May God help us this coming week with His word. Live every day with the word burning within us. May God help us. Request Brother Sam Russell to come. Father, we thank Thee for this time that You've given us. We see a few things, Lord, which You have so clearly ministered in our midst. The veil of the temple was rent in twain from the top to the bottom. We thank You, Lord, we are not living in a time of the high priest entering into the veil once a year. But, oh God, because, Lord, You rent the veil in twain from top to the bottom, and Your Son has entered in, we can enter in as joint heirs, oh God. Oh, we thank You, Father, we just thank Thee. Lord, we thank You for a little light that You are giving us. We are able to see now that what the angels and the prophets of old desired to see. What was that ultimate thing they desired to see? Because they knew something was going to happen to this fallen man. A man who has been redeemed by our Savior. Oh God, we thank You for this wonderful privilege that You are revealing unto us. Not the outer court, not the holy place, but the most holy place. Oh God, where our Savior is,
where he has entered in, he is at the right hand of the Father. Oh God, we thank you that you opened the door for us. And you are saying, as you said to John, come up higher. Come up to that place where I am, to be seated together with you in those heavenly places in Christ Jesus. Oh God, we thank you that, Lord, the veil has been rent, and we are invited in, Lord. Oh God, we want to throw away all those things that stand in the way. We want to remain humble and broken, so that, Lord, your Holy Spirit can change us and transform our thinking and bring us to that faith of Noah, oh God, who stood single-minded. We want to be single-minded, Lord. Oh God, we want to be one-track minded. Oh God, not to hold on to things which, Lord, are unprofitable. Oh, we confess it, Lord. We confess it this morning and, oh God, this afternoon. And we say, Lord, that you have so much more for us, so much more for the church. Oh God, we thank you that that ark has to be built before the judgments of God come on the earth. It happened before, and it is going to happen again when the church of Jesus Christ is going to be built, and then the judgments come upon the earth. Oh God, we thank you, Lord. Lord, you have given us some light, Lord. We want more light. We want to remain humble, Lord, before your presence, that, oh God, you would reveal to us. We open our lives before you. We receive your engrafted word that is able to save us, not only save us, build us up in that most holy faith, the faith of our fathers who longed, who looked for it. Oh God, oh, we just thank you, Lord, we thank you. Those 300 cubits are not in vain, but Lord, it is for us in our present time, in this generation, the last generation, oh God. Oh God, we thank you that you have many things for us. We are so poor. Lord, we are so in such a meager state, Lord. Oh God, we pray that you would lift us up into your greatness, oh God. Into your greatness, oh God, that we may be able to see those high and lofty things which you have for us, which is not of the flesh, but which is of the Spirit, which is of spirit and life. Oh God, that we may taste of that tree of life in these days, not the tree of the knowledge of good and evil. Oh God, which man is still, Lord, after. Oh God, not that, but the tree of life, which is in the midst of the paradise of God. Oh God, we want to reach out for that which you are making available to us. Oh God, help us. Help our roots to go right deep down into the very depths. Lord, going downwards that we may bear fruit upwards. Oh God, and our fruit will be, Lord, our pursuit for that end purpose which you will fulfill in this generation. We thank you, Father. Lord, we humble ourselves. We seek your face, Lord. Oh God, we want you to reveal these things to us and make us so strong and stable that, Lord, we will not waver. We will hold on to that anchor of life. Oh God, we thank you and praise thee, bless thee, worship thee, and we give you thanks. In your most holy and precious name we pray. Amen.